ഞാൻ ആ റോപ്പ് വെച്ചിട്ട് ഇറങ്ങലും ഞാൻ വീണു. ഞാൻ വീണിട്ട് കിടക്കുന്നത് ബോഡീൻ്റെ തൊട്ടപ്പുറത്ത്. അത് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. അപ്പം ഉടനെ തന്നെ എൻ്റെ ഷെർപ്പ അവിടെ നിന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, എണീക്ക് സൊറ എണീക്ക് എന്ന് പറഞ്ഞു. കുംഭു ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഒരു മൂവിങ് ഗ്ലേഷ്യറാണ്. ഈ ഒരു വില്ലേജ് എന്ന് പറയുന്ന ഒരു മൂവിങ് ഗ്ലേഷ്യറിന്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വില്ലേജിന്റെ ഓരോ ഭാഗവും ഓരോ ദിവസം കഴിയുന്തോറും മാറുന്നത് കാണാം. ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഹെലികോപ്റ്റർ വരുന്നുണ്ട്, റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, ആൾക്കാർ പെട്ടെന്ന് അതിന് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നുണ്ട്, പിന്നെ മൊത്തം വലിയ ഐസ് ചങ്ക്സ് കാണുന്നുണ്ട്. മേലേന്ന് ഒരു ബോഡി അവർ റാപ്പ് ചെയ്തിട്ട് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു, ഒരു 4-5 പേര്. അപ്പം ഞങ്ങൾ നോക്കി നിൽക്കുക, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, സെറാക്ക് ഫോളോ ചെയ്തു. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ സാധാരണ രീതിയിൽ ഒരു മാസത്തിൽ ഒരിക്കൽ വരുന്ന പീരിയഡ്സ് 2 തവണയാവും. ഇതൊരു ശരിക്കൊരു ഒരു മിറാക്കിൾ എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്ക്. ശരിക്കും ഡയറിയും പീരീഡ്സും രണ്ടും കൂടി ആയിട്ട് സമ്മിറ്റിന് പുറപ്പെട്ട ഏതൊരാൾ ചിലപ്പം അറിയില്ല. ഏറ്റവും ബിഗ്ഗസ്റ്റ് ലെസൺസ് പഠിക്കുന്നത് ഫെയിലിയറിന്. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ റെസ്ക്യൂ ടീം ഇസ് വെരി സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ടീമുണ്ട്. അവർ ഭയങ്കര എക്സ്പെൻസീവാണ്, ഓൾമോസ്റ്റ് 1 CR അടുത്ത് വരും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ. 2 ഓപ്ഷനാണുള്ളത്, ബോഡി തിരിച്ചു കൊണ്ടുവരിക, അതല്ലെങ്കിൽ ബോഡി. ഞാൻ എൻ്റെ ബോഡീനോട് പറയാണ്, ലിറ്ററലി വി ഹാവ് നോ ഓപ്ഷൻ. എനിക്ക് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് വന്ന് ക്യാമ്പ് 4 വന്നിട്ടേ എനിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് കോപ്പറേറ്റ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ എൻ്റെ ബോഡീനോട്. പെട്ടെന്ന് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് അതങ്ങ് വെച്ചതും. ലൈഫിൽ ഏറ്റവും ലക്ഷറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രീ ആയി കിട്ടുന്ന ഓക്സിജൻ ആണെന്നുള്ള വീണ്ടും ബോധം എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓക്സിജൻ സിലിണ്ടറിന് $350. ഈ സാധനമാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട്. ചില കേസസിൽ രാത്രി ഉറങ്ങിയവർ രാവിലെ എണീറ്റിട്ടില്ല, ഡെഡ് സോൺ ആണ്. തൊട്ടപ്പുറത്ത് ഒരു മരണം നടന്നു എന്ന് പറഞ്ഞാൽ പോലും യു വിൽ ഹാവ് ടു ക്ലൈംബ്. നിങ്ങൾ ഫെലോ ക്ലൈംബർ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും കൂടെയുള്ള ക്ലൈംബേഴ്സ് അതുകൊണ്ടാണ് മേലേക്ക് എത്തുന്നത്. ആയിരത്തി 1953 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് മനുഷ്യന് കീഴടക്കാൻ കഴിയുമെന്ന് എഡ്മണ്ട് ഹിലേരിയും ടെൻസിംഗ് നോർഗയും ചേർന്ന് തെളിയിക്കുന്നത്. പിന്നീട് 7 പതിറ്റാണ്ടിനിടെ ഏതാണ്ട് 7800ഓളം പേർ മൗണ്ട് എവറസ്റ്റിലെത്തി. അതിൽ ഇന്ത്യൻ സ്ത്രീകൾ വെറും 50 പേർ മാത്രം. മൗണ്ടനിയറിംഗ് എന്ന പാഷന് പുറകെ പോയി മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന 3ാമത്തെ മലയാളി വനിതയായ സുഹറയാണ് ഇന്ന് സർവീസ് ടെയിൽസിൽ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. ഈ കഠിനാധ്വാനം അതുപോലെ അച്ചടക്കം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പം മല കയറൽ എന്നത് ഒരു ഹോബി എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ലക്ഷ്യമായി മാറുന്നത് എങ്ങനെയാണ് സുഹറനെ സംബന്ധിച്ച്? മൗണ്ടനിയറിംഗ് എന്നുള്ളത് ഡെഫിനറ്റ്ലി കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പാഷനാണ്. എവറസ്റ്റ് ഡ്രീം ആവുന്നത് അതിന് മുന്നേ 2021 ഞാനൊരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്തപ്പോഴാണ്. അവിടുന്നാണ് ഒരു ഫസ്റ്റ് സൺറൈസ് കാണുന്നത്. എവറസ്റ്റിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സൺറൈസ് കാണുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ തോന്നി തുടങ്ങി കുറച്ചുകൂടെ ഹൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ എങ്ങനെയായിരിക്കും. ഓൾറെഡി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊരു 3 വർഷം മിനിമം 3-4 വർഷം മിനിമം എടുക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം ഇതിന് ഷോർട്ട് കട്ടില്ല. ഇപ്പം എൻഡ്യൂറൻസ് ചെക്ക് ചെയ്യാൻ നമ്മളുടെ ലോങ് ഡിസ്റ്റൻസ് റൺസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മളെ മസിലിലുള്ള ഓക്സിജൻ എത്രത്തോളം കപ്പാസിറ്റി നമ്മളെ മസിലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് VO2 മാക്സ് എന്നുള്ളൊരു പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു ഇംപ്രൂവ്മെൻറ്റ്, നമ്മൾ ആ ഒരു ജേർണി നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം ഇതിനെ പറ്റിയൊന്നും അവയർനെസ് ഇല്ലാണ്ട്
ഒന്നോ രണ്ടോ പീക്സ് ചെയ്തിട്ട് ഓക്കെ എനിക്കിനി എവറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതൊരു ഡേഞ്ചറിലോട്ട്, അതിനാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഷോർട്ട് കട്ട് പോകുമ്പോഴാണ് റിസ്ക് ഫാക്ടർ കൂടുതൽ വരുന്നത്. എവറസ്റ്റ് എക്സ്പെഡിഷനിൽ കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ്, അവിടുത്തെ ഭൂമിശാസ്ത്രം വലിയ ചലഞ്ചസ് ആണ്. കുംഭു ഗ്ലേഷ്യർ വലിയൊരു ഡേഞ്ചറസ് ഏരിയ ആയിരുന്നു, അത് മറികടന്നാണ് സുഹറ എക്സ്പെഡിഷൻ പൂർത്തിയാക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ അനുഭവം ഒന്ന് പറയാൻ തോന്നുന്നു. കുംഭു ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഹ്യൂജ് ഗ്ലേഷ്യർ ആണ്. അപ്പൊ ഞങ്ങളുടെ ടെന്റ് എന്ന് പറയുന്നത് ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന കുംഭു ഗ്ലേഷ്യറിന്റെ ഒരു സൈഡിലാണ്. അവിടെ കുറച്ചും കൂടെ റോക്കി പാർട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെയാണ് ബേസ് ക്യാമ്പ്സ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ കുംഭു ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഒരു മൂവിങ് ഗ്ലേഷ്യർ ആണ്. അതാണ് അതിന്റെ ഭംഗി. അപ്പോൾ ഈ ഒരു വില്ലേജ് എന്ന് പറയുന്ന ഒരു മൂവിങ് ഗ്ലേഷ്യറിന്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വില്ലേജിന്റെ ഓരോ ഭാഗവും ഓരോ ദിവസം കഴിയുന്തോറും മാറുന്നത് കാണാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും. അപ്പോ ചില ദിവസങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി, നമ്മളുടെ ടെന്റിന്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ മുന്നേ കണ്ട ഗ്ലേഷ്യറിന്റെ സ്ട്രക്ചർ ആയിരിക്കില്ല ഒരാഴ്ച കഴിഞ്ഞാൽ കാണുന്നത്. ചിലപ്പോൾ റോക്കി പാർട്ട് കൂടുതൽ വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ രീതിയിൽ ഗ്ലേഷ്യർ കവേർഡപ്പ് ആയിട്ടുണ്ടാവും. ആദ്യത്തെ തവണ പോകുന്ന സമയത്ത് ഗ്ലേഷ്യർ ക്രോസ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു പാത്ത് തന്നെ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് റൂട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. പകല് സൂര്യൻ്റെ ചൂട് എന്ന് പറയുന്നത് അത്രയും ഹെവി ആയിട്ടാണ്. കാരണം 5300 മീറ്റർ എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 5.5 കിലോമീറ്ററോളം ഉയരത്തിലാണ്. അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ പതിക്കുന്നതും വളരെ പെട്ടെന്നായിരിക്കും, ആ ചൂടും കൂടുതലായിരിക്കും. താഴെ തണുപ്പാണെങ്കിലും ആ ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് മെൽട്ടാവും. മെൽറ്റിംഗ് കുറവുള്ള സമയത്താണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്. രാത്രിയാണ് കുംഭുവിലൂടെ ഉള്ള യാത്ര. രാത്രി 12 മണിക്കാണ് ഞങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 12 മണിക്ക് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള കുംഭുവാണ്. എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ ഒരു വെള്ളത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പൊ ഇത് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ സ്റ്റീപ്പായിട്ട് ക്ലൈംബ് ചെയ്യേണ്ട, കുത്തനെ ക്ലൈംബ് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഗർത്തങ്ങളുണ്ട്, അഗാധമായ ഗർത്തങ്ങളുണ്ട്. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ക്രെവാസേഴ്സ് എന്നാ അതിന് പറയാം. അപ്പൊ ഈ ക്രെവാസേഴ്സിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാഡേഴ്സ് ഫിക്സ് ചെയ്യും. അപ്പൊ ചില ഗർത്തങ്ങൾ വീതി കുറഞ്ഞതായിരിക്കും, ചില ഗർത്തങ്ങൾ വളരെ വീതി കൂടിയതായിരിക്കും. അപ്പൊ അവിടെ മൾട്ടിപ്പിൾ ലാഡേഴ്സ് അവർ അറ്റാച്ച് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നതും റോപ്പ് ഫിക്സ് ചെയ്യുന്നതും ഒരു ഐസ് ഫോൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്. ഐസ് ഫോൾ ഡോക്ടേഴ്സ്, അവരുടെ പേര് അതാണ്. അവര് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ക്ലൈംബേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഒരുപാട് അതിൽ ചിലപ്പോൾ ജിയോളജിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ട് നല്ല അറിവുള്ള ആൾക്കാരാണ്. ഡോക്ടേഴ്സ് അല്ല, ഐസ് ഫോളിലെ എക്സ്പേർട്സ് ആണ്. അറ്റ് ദ സെയിം ടൈം അവർ നല്ല ഹൈ സ്കിൽഡ് ക്ലൈംബേഴ്സും ആണ്. അപ്പൊ ഈ ഐസ് ഫോൾ ഡോക്ടേഴ്സിന് നമ്മൾ ഓരോ ക്ലൈംബറും $700 പെർ ക്ലൈംബർ എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റോപ്പ് ഫിക്സ് ചെയ്യുക, പിന്നെ ഇടയ്ക്ക് ഓരോ ആഴ്ചയും വന്നിട്ട് അതെല്ലാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ടീം വന്നിട്ട് ഈ റോപ്പെല്ലാം കറക്റ്റ് സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ചില സമയത്ത് സ്നോവിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ സ്നോ സ്റ്റോമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ അവർ ഇടയ്ക്ക് വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം എൻഷുർ ചെയ്യും. ബേസ് ക്യാമ്പ് മുതൽ സമ്മിറ്റ് വരെയുള്ള റോപ്പ് ഫിക്സ് ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ ഈ റോപ്പ് ഫിക്സിങ്ങിന്റെ ടൈമിൽ ചെറിയ ഗർത്തങ്ങളിൽ റോപ്പ് പിടിച്ചിട്ട് ജമ്പ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്യുക. ചില വലിയ ഗർത്തങ്ങളാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റാത്തതൊക്കെ അത്ര വലിയ ഗർത്തങ്ങളായിരിക്കും, വളരെ വീതിയില്ല. അതിൽ മൾട്ടിപ്പിൾ ലാഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് വെച്ചിട്ടാണ് ക്രോസ് ചെയ്യുക. ഈ ലാഡേഴ്സിൽ പിടിച്ചിട്ടൊരു ടെക്നിക്ക് വെച്ചിട്ടാണ് അത് ക്രോസ് ചെയ്യുക. ഈ ചെറിയ ഗർത്തങ്ങൾ ചാടിക്കടന്ന് ഒക്കെ പോയി കഴിഞ്ഞ് സമ്മിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ സെയിം പ്ലേസിൽ അതൊരു വലിയ ഗർത്തായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഗ്ലേഷ്യർ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ലാഡർ ഫിക്സ് ആയിട്ടുണ്ടാവും. ആ ലാഡർ എന്ന് പറയുന്ന പല ആംഗിളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ചിലതൊരു 40 ഡിഗ്രി 50 ഡിഗ്രി ആംഗിളിലായിരിക്കും, ചിലത് സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പൊ സ്ട്രെയിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആണ്. രണ്ട് സൈഡിൽ റോപ്പ് പിടിച്ചിട്ട് നമ്മൾ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ക്രോസ് ചെയ്യും. ചില സമയത്ത് അത് ഒരു 50-60 ഡിഗ്രി ആംഗിളിലായിരിക്കും. അപ്പൊ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ അത് കുറച്ചൊരു ചാലഞ്ചിങ് ആണ്. തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് എനർജി കുറവാണ്, പോകുന്നത്ര എനർജി ഇല്ല. അപ്പോഴാണ് വീതി കൂടിയിട്ടുള്ളത്, ചാലഞ്ചസ് കൂടുന്നത്. പിന്നെ ഇപ്രാവശ്യം ഒരു വലിയ സെറാക്ക് എന്നാണ് പറയാ, വലിയൊരു ഐസ് ബ്ലോക്ക് അത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൂട്ടില്. അപ്പോൾ ഐസ് ഫോൾ ഡോക്ടേഴ്സ് റോപ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത്
അവർക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയ സെറാക്ക് അത് ഏതെങ്കിലും സമയത്ത് വീണ് കഴിഞ്ഞാൽ വലിയ അവലാഞ്ചിയാണ് വരും. അവലാഞ്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 10 ദിവസം അവിടെ ബേസ് ക്യാമ്പിൽ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന സമയം നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, ട്രെയിനിങ് ചെയ്യും, അതല്ലെങ്കിൽ ലോങ്ങർ എൻഡ്യൂറൻസ് ഹൈക്ക് ചെയ്യും. അങ്ങനെ പല ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആണ്. ഈ സെറാക്ക് നിൽക്കുന്നതിന്റെ കുറച്ച് താഴെ വരെ ഞങ്ങൾ ഒരുപാട് തവണ ട്രാവേഴ്സ് ചെയ്ത് വന്നു. ആ റൂട്ട് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ കണ്ടത് ഒരു ഭാഗം വീണിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ റോഡില് വലിയൊരു മരം വീണ് കഴിഞ്ഞാല് പിന്നെ അത് എടുത്ത് മാറ്റി അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ അപ്പൊ അതാണ് ഈ സെറാക്ക് എന്ന് പറയുന്നത്. വലിയ ഐസ് ബ്ലോക്ക് ആണ്. ഈ ഐസ് ബ്ലോക്ക് ഇത് ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിന്റെ മേലെ കൂടെ റൂട്ട് ഫിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ വേറെ റൂട്ടിലൂടെ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കൺവീനിയന്റ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇത് വീഴാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. 10 ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ ഒരു 40% അല്ലെങ്കിൽ ഒരു 30% വീണിട്ടുണ്ട്. ബാക്കി അത്ര തന്നെ അവിടെ കിടക്കുകയാണ്. ആ ഒരു ഐസിന്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ കൂടെയാണ് പിന്നെ റൂട്ട് ഫിക്സ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അറിയാം സെറാക്കാണത്, അത് ചില സമയത്ത് വീഴാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ ഐസ് ഫോൾ ഡോക്ടേഴ്സ് പറയുന്നു ഇവിടെ റൂപ്പ് ഫിക്സ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, നമുക്ക് ഇതിലൂടെ തന്നെ പോവാന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ബിലീഫിലാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത്. ക്ലൈം ഹൈ, സ്ലീപ്പ് ലോ എന്നുള്ള ഒരു അക്ലമറ്റൈസേഷൻ പ്രോസസ്സാണ് സമ്മിറ്റ് പുഷിന്റെ മുന്നേ. അതിനാണ് റൊട്ടേഷൻ എന്ന് പറയാം. അപ്പൊ 7100 മീറ്റർ ടച്ച് ചെയ്തിട്ട് തിരിച്ച് ബേസ് ക്യാമ്പിൽ വന്ന് കിടന്നുറങ്ങണം. അപ്പൊ നമ്മളുടെ ബോഡി അതിനനുസരിച്ച് ഫുള്ളി അക്ലമറ്റൈസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ സമ്മിറ്റ് പുഷിന് റെഡി ആവുന്നത്. അപ്പോൾ ഈ റൊട്ടേഷന്റെ പ്രോസസ്സിൽ ഞങ്ങൾ ഒരു 5800 6000 മീറ്ററിന്റെ അടുത്തെത്തുമ്പോൾ ആണ് ഈ സെറാക്ക് ഉള്ളത്. അവിടെ വലിയ ഒരു 5 ലാഡർ കണക്ട് ചെയ്തിട്ടുള്ള 5 അല്ല 6 ലാഡർ കണക്ട് ചെയ്തിട്ടുള്ള വലിയൊരു ക്രെവാസ് ഉണ്ട്. അതിന്റെ തൊട്ട് മുന്നെയാണ് ഈ സെറാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് എൻ്റെ ഷെർപ്പ പറഞ്ഞു ഓക്കെ നമ്മളൊരു ഹാഫ് ആൻ അവറിൽ സെറാക്ക് എത്തും എന്ന് പറയലും മേലേന്ന് ഒരു ബോഡി അവര് റാപ്പ് ചെയ്തിട്ട് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു, ഒരു 4-5 പേര്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുക, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, സെറാക്ക് ഫോളോ ചെയ്തു. ഓടി വരുന്നത് ഞാൻ മുന്നേ ക്ലൈംബ് ചെയ്തിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു ഷെർപ്പയാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ എനിക്ക് പേഴ്സണലി അവനെ അറിയാം. അപ്പോൾ അവൻ പറഞ്ഞു ഹായ് ദീദി मैं जा रही हूँ, इनका तबीयत ठीक नहीं है, मैं जा रही हूँ, आपको बाद में बात करूँगी എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഹെലികോപ്റ്റർ വരുന്നുണ്ട്, റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, ആൾക്കാർ പെട്ടെന്ന് അതിന് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അതിൻ്റെ ബാക്ക് എൻഡ് നടന്നുകൊണ്ടിരിക്കുക. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഞങ്ങളെ പ്ലേസിലെത്തി കണ്ടപ്പോൾ തൊട്ട് മുന്നിൽ വലിയ വലിയ ഐസ് ബ്ലോക്സ്, നമ്മളുടെ ഫ്രീസറിൽ നമ്മൾ ഐസ് ബ്ലോക്സ് വെക്കില്ല, അതിന്റെ വലിയ, അതായത് ഈ ഒരു സോഫേന്റെ ഇത്രയും പോകുന്ന വലിയ വലിയ ഐസ് ചങ്ക്സ് മുന്നിൽ ഇങ്ങനെ മല പോലെ കിടക്കുക. ഈ റോപ്പിന്റെ മേലെയാണ് ഇതെല്ലാം വീണിരിക്കുന്നത്. അപ്പോൾ വലിയ ഐസ് ചങ്ക്സിന്റെ മുന്നിൽ കാണുമ്പോൾ എന്നോട് എൻ്റെ ഷെർപ്പ പറഞ്ഞു സോറ യു ഷുഡൻ സീ ബിഹൈൻഡ്, ചുറ്റും ഒന്നും നോക്കരുത്, മുന്നോട്ട് പോയിട്ട് റോപ്പ് എവിടെ കാണുന്നോ അവിടെ നിന്റെ സേഫ്റ്റി റോപ്പ് ക്ലിപ്പ് ചെയ്യാം. അതാണ് നീ ഇനി ചെയ്യാനുള്ള, വേറെ ഒന്നും ആലോചിക്കാൻ പാടില്ല, വെരി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം. കാരണം ഫ്രഷ് ഐസ് ബ്ലോക്സ് ആണ് അവിടെ, ക്രാംപോൺസ് കുത്തിയിട്ടുള്ള ഓൾറെഡി ഉള്ള കാൽപ്പാടുകളൊന്നും ഇല്ല, അപ്പൊ ഫ്രഷ് ആണ്. അപ്പൊ അതിന്റെ മുകളിൽ നല്ല ഫോഴ്സ് കൊടുത്ത് ക്രാംപോൺസ് കുത്തണം, എന്നിട്ട് മുന്നോട്ട് പോകണം. റോപ്പ് എത്തുമ്പോൾ റോപ്പിൽ സേഫ്റ്റി ക്ലിപ്പ് ഇടുക, എന്നിട്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എവിടെ പിടിക്കണം എന്നറിയില്ല, പിടിക്കുന്നത് വലിയ ഐസ് ബ്ലോക്കിലാണ്. അപ്പം പിടിക്കുമ്പോൾ അത് മൂവ് ചെയ്യുമോന്ന് അറിയില്ല, കാരണം അതിന്റെ താഴെ എങ്ങനെയാണ് അത് കിടക്കണതെന്ന് അറിയില്ല, സ്ലിപ്പറി ആണോന്ന് അറിയില്ല, പിന്നെ അതിന്റെ ബേസ് എങ്ങനെയാണെന്ന് അറിയില്ല. പടിയിൽ ചെറിയ ബ്ലോക്സ് ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അത് മൂവ് ചെയ്യാം, ഈ മൊത്തം ഐസ് ബ്ലോക്സ് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഴുമോന്നും അറിയില്ല. പക്ഷെ ഒന്നും ആലോചിക്കുന്നില്ല, ഷെർപ്പ എന്ത് പറയുന്നോ അത് ലിസൺ ചെയ്യാന്നുള്ളതാണ്. അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നന്നായിട്ട് ഫോഴ്സ് എടുത്ത് ക്രാംപോൺസ് കുത്തി മുന്നോട്ട് പോയി. കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് റോപ്പുള്ള പ്ലേസ് എത്തുന്നത്. റോപ്പുള്ള പ്ലേസിലെത്തി അവിടെ സേഫ്റ്റി ക്ലിപ്പ് ചെയ്തിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര ജൈജാൻറ്റിക് ആയിട്ടുള്ള വലിയ വലിയ ഐസ് ചങ്ക്സ് ആണ്.
വലിയ ഫോളാണ്. ഇതിനിടയിൽ വന്ന വേറൊരു ചലഞ്ച് എന്ന് വെച്ചാൽ കീറുന്ന വഴിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ ആക്സിഡന്റ് നടന്നിട്ട് ആളെ കൊണ്ടുപോയ ബ്ലഡ് സ്റ്റെയിൻ അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അത് ക്രോസ് ചെയ്ത് മേലോട്ടെത്തി ഇത് ക്ലിപ്പ് ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നുണ്ട്, പിന്നെ മൊത്തം വലിയ ഐസ് ചങ്ക്സ് കാണുന്നുണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഫ്രഷ് ആയിട്ട് സംഭവിച്ചതാണെങ്കിലും ശിവൻ ഷേർപ്പ പറയാണ്, നിങ്ങൾ മുന്നോട്ട് പോയിട്ട് സേഫ്റ്റി ക്ലിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അത് എത്രത്തോളം സേഫാണ്. മേ ബി അവർ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാവും മുന്നേ. അപ്പോൾ അവർക്കറിയാം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. അപ്പം അവിടെയാണ് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ അവർ പറയുന്നതിൽ വേറൊരു ചോദ്യങ്ങളും ഇല്ലാണ്ട് കറക്റ്റ് അത് ഫോളോ ചെയ്ത്, കാരണം അത്ര എക്സ്പീരിയൻസ് ഷേർപ്പയാണ് എൻ്റെ ഷേർപ്പ. അപ്പോൾ അത് മാത്രം കേട്ട് ഞാൻ മുന്നോട്ട് പോയി. അത് ക്ലിപ്പ് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിയുള്ള ക്ലൈംബേഴ്സ് സ്ലോലി കയറി വരുന്നുണ്ട്. ക്യാമ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ മൊത്തം ടീം എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ മുന്നേ പോയ ഒരു 4-5 പേരുണ്ടായിരുന്നു. അവരുടെ മുന്നിലാണ് ഇത് വീണത്. അവരുടെ മുന്നിലാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്, മറ്റേ ആൾ വീണതും. അപ്പോൾ അവർ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞങ്ങളിത് കണ്ടു. അത് കഴിഞ്ഞ് പുറകെ വരുന്ന ക്ലൈംബേഴ്സ് ആണെങ്കിലും ഇതൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഇത് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴും ഇത് ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും സമ്മിറ്റ് പുഷിന് വീണ്ടും ഈ റൂട്ട് വരണം. അപ്പോൾ 1-2 പേരൊക്കെ എക്സ്പെഡീഷൻ കമ്പനീൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ക്യാമ്പ് 2 സ്റ്റേ ചെയ്തോട്ടെ സമ്മിറ്റ് പുഷ് വരെ, എന്നിട്ട് അവിടുന്ന് പുഷ് ചെയ്താൽ പോരെ, എന്നാൽ പിന്നെ ഇത് ക്രോസ് ചെയ്യണ്ടല്ലോ മൾട്ടിപ്പിൾ ടൈംസ്, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ കമ്പനി പറഞ്ഞു പേടിക്കേണ്ട, ഒരു പ്രശ്നവും ഇല്ല, അതൊരു 2 ഡേയ്സിനുള്ളിൽ അത് സെറ്റിൽ ഡൗൺ ആവും. ആ സമയത്തേക്ക് നമ്മൾ ഇത് റൊട്ടേഷൻ ഫിനിഷ് ചെയ്ത് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ വന്ന റൂട്ട് പോലെ ആയിരിക്കില്ല അത്. അപ്പോഴത്തേക്ക് അവിടെ സ്നോയും ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് റൂട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമ്മിറ്റ് പുഷിനല്ലല്ലോ ഈ 40 ദിവസം എടുക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് എവറസ്റ്റിൽ വേണ്ടത് ഈ അക്ലമറ്റൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ഈ 40 ദിവസം എടുക്കുന്നതെന്നും എന്താണ് ഈ അക്ലമറ്റൈസേഷൻ പ്രോസസ്സ് എന്നുള്ളത് എനിക്കൊന്ന് നമ്മുടെ ഒരു ഓഡിയൻസിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായി. എവറസ്റ്റ് എക്സ്പെഡീഷൻ 43 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ 9 ദിവസം എടുക്കും നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് ബേസ് ക്യാമ്പിലെത്താൻ. ഈ ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് തുടങ്ങും. ട്രെയിനിങ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഐസ് ഫോൾ ട്രെയിനിങ് ഉണ്ട്, അത് ഐസ് ക്ലൈംബിംഗ് ആണ്. പിന്നെ അതല്ലാണ്ട് ട്രെയിനിങ് വരുന്ന എൻഡ്യൂറൻസ് ട്രെയിനിങ്, അതായത് ഒരാളുടെ എൻഡ്യൂറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ലോങ് ഹൈക്സ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ SPCC 1, 2 എന്നുള്ള പോയിന്റ്സിലോട്ടുള്ള ട്രാവേഴ്സ്. അത് ആ ഒരു ഗ്ലേഷ്യറിനെ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം റൊട്ടേഷനാണെങ്കിലും സമ്മിറ്റ് പുഷിനാണെങ്കിലും നമ്മൾ രാത്രിയാണ് കുംഭൂലൂടെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂട്ട് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പകുതി വഴി അയക്കും. എന്നിട്ട് തിരിച്ചൊരു ഉച്ചയാകുമ്പോൾ എത്തണം. പിന്നെ ഈ റോപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെറാക്കിന്റെ കാരണം കൊണ്ട് ഒരു 10 ദിവസം കൂടെ വൈകി. അപ്പൊ ഈ ഒരു സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ട്രെയിനിങ്ങിന്. അങ്ങനെ ഒരു ദിവസം ലാഡർ ട്രെയിനിങ് മാത്രമായിട്ട് വെച്ചു. കാരണം 6 ലാഡർ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ 2-3 ലാഡർ ഒക്കെ വരാറുള്ളൂ. ഇത് 6 എന്ന് പറയുമ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ള ക്രോസിംഗ് ആണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ പിറ്റേ ദിവസം ഒരു വീഡിയോ വരുന്നത് ഒരാൾ ആ ലാഡറിന്റെ മുകളിൽ നിന്ന് ഹാങ് ചെയ്ത് അവിടെ കിടക്കുന്നതാണ്. ലോങ് ലാഡറാണ്. അപ്പോൾ ദർ ആർ ചാൻസസ് നിങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഷെർപ്പാസ് പറയും, നിങ്ങൾ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കാരണം 2 സൈഡിലും സേഫ്റ്റി ക്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മളത് ക്രോസ് ചെയ്യുന്നത്. വീണ് കഴിഞ്ഞാൽ നമ്മളവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ ചില്ലായിട്ടിരിക്കുക. പാനിക് ആയി കഴിഞ്ഞാൽ നമുക്കതിന്ന് തിരിച്ച് ക്ലൈംബ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ആദ്യം അവർ ചെയ്യുക, അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എടുത്ത് വെക്കും. അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷൻ പർപ്പസിന്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രോസസ്സ് തുടങ്ങും, അവർ തിരിച്ച് പുള്ളി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പെഡീഷൻ കമ്പനി അത് വളരെ കൂളായിട്ടാണ് പറയാം. പക്ഷെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്, ഒരാൾ ലാഡറിന് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്രാഫിക് ജാം ഉണ്ടാവും. കാരണം പിന്നെ അത് റെസ്ക്യൂ ഓപ്പറേഷനായി മാറി. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടായിരിക്കും ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഫിനിഷ് ആവുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് അതിന്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനാണ് അക്ലമറ്റൈസേഷനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സമ്മിറ്റ് പുഷിന്റെ മുന്നേ. അതാണ് ക്ലൈം ഹൈ സ്ലീപ്പ് ലോ.
7100 മീറ്റർ വരെ ടച്ച് ചെയ്ത് തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട് അപ്പോഴത്തേക്കും നമ്മളെ ബോഡി ഹയർ ക്യാമ്പ്സിലോട്ടുള്ള ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്കുള്ള എക്സ്പോഷർ വളരെയധികം വന്നു കഴിഞ്ഞു. കാരണം ആദ്യത്തെ ദിവസം ക്രോസ് ചെയ്ത് ക്യാമ്പ് 1-ലെത്തി, പിന്നെ അത് 6100 മീറ്റർ, പിന്നെ രണ്ടാമത്തെ ദിവസം 6400 മീറ്റർ, അത് ക്യാമ്പ് 2. അവിടെ ഒരു ദിവസം 4 ക്യാമ്പ്. ഈ ക്യാമ്പ് 2-ല് നമ്മൾ ഒരു ദിവസം കൂടെ നിൽക്കുന്നുണ്ട് അഡീഷണലി. അവിടെയാണ് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉള്ളത്. ക്യാമ്പ് 1-ൽ അങ്ങനെ ഫെസിലിറ്റീസ് ഇല്ല. ജസ്റ്റ് ഒരു ചെറിയ ടെന്റും ഒരു കുഞ്ഞു കിച്ചൺ ടെന്റ്. അവിടെ നമുക്ക് ചിലപ്പം ഒരു നൂഡിൽ സൂപ്പ് അത്രയ്ക്ക് തരാൻ പറ്റുള്ളൂ അവർക്ക്. അത് കഴിഞ്ഞ് ക്യാമ്പ് 2-ൽ എത്തുമ്പോഴാണ് വീണ്ടും ലക്ഷറി. എനിക്ക് തോന്നുന്നു സൂറ അമാദാബ്ലം വഴി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടഫസ്റ്റ് ആണ് ഞാൻ കേട്ടു. അമരാബ്ലം എന്ന് പറയുന്ന മൗണ്ടൻ ഈ ഒരു എവറസ്റ്റ് റീജിയനിൽ തന്നെ ഉള്ള മൗണ്ടൻ ആണ്. നേപ്പാൾ റീജിയനിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മൗണ്ടൻ ഏതെന്ന് വെച്ചാൽ എല്ലാവരും അമരാബ്ല പറയാം. ഏറ്റവും ഭംഗി എന്ന് വെച്ചാൽ അതിന്റെ സമ്മിറ്റ് പോയിന്റ് നമുക്ക് താഴ്ന്ന് കാണാൻ പറ്റും. ഒരു മൗണ്ടന്റെ സമ്മിറ്റ് പോയിന്റ് നമുക്ക് താഴ്ന്ന് കാണാൻ പറ്റില്ല. പിന്നെ അതിന്റെ ഷേപ്പ് കാണുമ്പോൾ ഒരു മദർ 2 കുട്ടികളെ ഹോൾഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണത്. അതെന്തുകൊണ്ട് കൂടുതൽ ചലഞ്ചിങ് ആവുന്ന? കൂടുതൽ അതിന് റോക്കി പാർട്ടുണ്ട്. അപ്പോൾ റോക്കും ഐസും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രതലം വരുമ്പോഴത്തേക്കും ആ ക്ലൈംബിന്റെ പാറ്റേൺ മാറും. അപ്പൊ ഈ ആൽപൈൻ മൗണ്ടനിയറിംഗ് സ്റ്റൈൽ അല്ല. ആൽപൈൻ എന്ന് പറയുന്നത് റോപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് പോയി ചെയ്ത് സ്വന്തമായിട്ട് റോപ്പ് ഫിക്സ് ചെയ്ത് ക്ലൈംബ് ചെയ്യുന്നതിനാണ് ആൽപൈൻ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത്. ഇത് റോപ്പ് എല്ലാം ഫിക്സ്ഡ് ആണ്, പക്ഷേ നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഇപ്പം എവറസ്റ്റിൽ എന്ന് പറയുമ്പോൾ ചാലഞ്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. 8000 മീറ്ററിന് മേലോട്ട് പോകണം. അതൊരു ഡെഡ് സോൺ ആണ്. ഇവിടെ ഡെഡ് സോൺ ഒന്നുമില്ല. എനിക്ക് ഒരു ഇൻസ്റ്റൻസ് ഓർമ്മയുണ്ട്. ഒരു റൂട്ട് എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഷെർപ്പനോട് ചോദിച്ചു ഇനി എങ്ങോട്ടാ, കാരണം ഞാൻ അവിടെ ഒരു സ്ലോപ്പ് മാത്രമേ ഉള്ളൂ, റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലോപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ വഴിയാണോന്ന് വെച്ചു. കാരണം ചുറ്റും വേറെ ഒന്നും കാണുന്നില്ല. ഇതല്ല, അവിടെയാണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയപ്പോൾ ഒരു വേർട്ടിക്കൽ വാള്. എക്സാക്ട്ലി നമ്മളെ ചുമര എങ്ങനെയാ അതുപോലെ ഇരിക്കും. അതിന്റെ അറ്റം ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഉണ്ട്, മഷ്റൂം റിഡ്ജ് എന്ന് പറയുന്നത്. ഇത്രയും നാരോ റിഡ്ജാണ്. ആ റിഡ്ജിന്റെ 2 സൈഡും 3000 ഫീറ്റ് താഴേക്ക് കാണാൻ പറ്റും. അതിലൊരൊറ്റ റോപ്പേ ഉള്ളൂ. അപ്പൊ ഇത്രയും പോകുന്ന ഒരു റിഡ്ജിൽ നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്ന് ബ്ലിസേർഡ് അങ്ങ് വന്നു. ലൈക്ക് കംപ്ലീറ്റ്ലി സ്നോ സ്റ്റോം വന്നിട്ട് വൈറ്റ് ഔട്ടായി. ഫ്രണ്ടിലോട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ ഷെർപ്പ പറഞ്ഞു ഓക്കെ റോപ്പ് കറക്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അത് മാത്രം ഫോളോ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണുന്നത് ജസ്റ്റ് 1 മീറ്റർ മാത്രമാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. അതെന്നെ ഭയങ്കര ബെയർലിയാണ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കൗണ്ട് ചെയ്തതും ഇതെനിക്ക് വളരെ മുതൽക്കൂട്ടായിട്ട് തോന്നിയതും എവറസ്റ്റിലാണ്. കാരണം ക്യാമ്പ് 1 to ക്യാമ്പ് 2 പോകുന്ന സമയത്ത് 4 മണിക്കൂർ ഫുൾ ബ്ലിസാർഡിലായിരുന്നു ഞങ്ങള്. കംപ്ലീറ്റ്ലി സ്നോ സ്റ്റോമിലായിരുന്നു. വഴി ഏതാന്ന് അറിയില്ല, ഒന്നും മനസ്സിലാവില്ല. അവിടെ ഇവിടെ കുറച്ച് യെല്ലോ റെഡ് കാണുന്നുണ്ട്, എല്ലാവരുടെയും ആ ഒരു ക്ലോത്തിങ്ങിന്റെ കളർ കാണുന്നുണ്ട് എന്നല്ലാണ്ട് റൂട്ട് കാണാനില്ല. റൂട്ട് കംപ്ലീറ്റ്ലി വൈറ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ സ്നോ സ്റ്റോം വന്നിട്ട് മുഖത്തടിക്കുമ്പോൾ ഐ വാസ് ഓക്കെ. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു അമഡബലത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. ഈ എവറസ്റ്റ് കീഴടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഷെർപ്പയുടെ ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എഡ്മണ്ട് ഹിലാരി ആദ്യമായി എവറസ്റ്റ് കീഴടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഷെർപ്പ ടെൻസിംഗ് നോർഗെ. ഒരു ഷെർപ്പയുടെ ഗൈഡിങ്ങും അതുപോലെ അവരുടെ ഇൻഫ്ലുവൻസും എത്രത്തോളം സൂര്യനെ പോലെ ഒരു മൗണ്ടനിയറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എവറസ്റ്റിൽ എന്നുള്ളത്. ഷെർപ്പ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം ഇവര് കുറേ വർഷങ്ങൾക്ക് മുന്നേ ടിബറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് നേപ്പാളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവർ പണ്ട് കാലം മുതലേ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ ലങ് കപ്പാസിറ്റി, അവരുടെ സ്ട്രെങ്ത് എല്ലാം നമ്മളെക്കാളും വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാളും വളരെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരാണ് മൗണ്ടനിയറിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ഷെർപ്പ ഉണ്ടാവും. എനിക്കൊരു ഷെർപ്പ, ചിലർ 2 ഷെർപ്പനെ എടുക്കും. എൻ്റെ ഷെർപ്പ ഒരുപാട് തവണ എവറസ്റ്റ് ചെയ്തതാണ്, വേറെ കുറേ പീക്സ് ചെയ്തതാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസിലാണ് അവർ ഓരോന്നിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ കറക്റ്റ് ഫോളോ ചെയ്യുക, ആ പ്രോസസ്സ് കറക്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ റോള്. അവര് ഹോൾഡ് ചെയ്യുന്ന വെയിറ്റിന്റെ കപ്പാസിറ്റി തന്നെ വളരെ കൂടുതലാണ്. എൻ്റെ ഷെർപ്പനെ അറിയാവുന്ന കുറച്ച് പേര് പറഞ്ഞാൽ 40-45 കിലോ വെച്ചിട്ട് ക്യാമ്പ് 4 പോകുന്ന ആളാണ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്.
അപ്പം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെയാണ് ഫൈനൽ കോൾ, ബിക്കോസ് അവർക്ക് അത്ര എക്സ്പെർട്ടീസ് ഉണ്ട്, അവർക്ക് അത്രയും സ്കിൽസ് ഉണ്ട്. അങ്ങനെ ഷെയർപ്പില്ലാതെ ആർക്കും കയറാൻ പറ്റില്ല? ഒറ്റയ്ക്ക് കയറുന്ന ആൾക്കാരുണ്ട്, അത്രയും എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു 10-20 വർഷമൊക്കെ കയറി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്ത്രീകൾ വളരെ കുറവേ കയറിയിട്ടുള്ളൂ. ഇപ്പം ഇന്ത്യയിൽ തന്നെ ആകെ 50 സ്ത്രീകളെ കയറിയിട്ടുള്ളൂ. 7800 പേര് ടോട്ടൽ ഇതുവരെ കയറിയിൽ തന്നെ ആകെ 1000 സംതിങ് കയറിയിട്ടുള്ളൂ. അതിൽ തന്നെ മലയാളികൾ തന്നെ 3-ൽ-1 സൂറ എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു എക്സ്ട്രാ ചലഞ്ച് അങ്ങനെ എന്താ തോന്നിയിട്ടുള്ളത്? ഫിസിക്കലി ഉള്ള ചാലഞ്ചിനേക്കാളും മെന്റലി ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇനീഷ്യൽ ഫേസിലാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് വെച്ചിട്ട് നമ്മൾ അത്രയും സ്ട്രോങ് ആണെന്ന് നമുക്കറിയില്ല. നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതുവരെ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ നിനക്ക് എന്ത് പറ്റി, ഇതെന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും, നമ്മുടെ നാട്ടില് പുറത്തിറങ്ങി ഓടുക എന്ന് പറയുന്നത് അതിനൊരു വേറെ ലെവൽ ഓഫ് കറേജ് വരണം. അതുവരെ ഓടാത്ത ഒരാൾക്ക് ചിലപ്പോൾ നാട്ടില് വേറെ സ്ത്രീകൾ ഓടുന്നുണ്ടാവില്ല. അപ്പൊ അതൊരു പുതിയ കാഴ്ചയാണ്. അതിൽ ആൻസർ ചെയ്യണം. അങ്ങനെ ഒരുപാട് സോഷ്യൽ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് അതൊരു മെന്റലി ചലഞ്ചിങ് ആവുന്നത്. അപ്പൊ ആൾക്കാർ സെൽഫായിട്ട് റെസ്ട്രിക്ട് ചെയ്യും. ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യും. പിന്നെ അവിടുന്ന് ഗ്രോത്ത് ഇല്ല. പിന്നെ ഈ ഫിസിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ ഈ പീരീഡ്സ് നമുക്ക് സംഭവിക്കുമല്ലോ. അപ്പം പക്ഷെ നമുക്ക് തരുന്ന സ്ലോട്ടിലാണല്ലോ നമ്മൾ കയറേണ്ടി വരുന്നത്. എങ്ങനെ ഹാൻഡിൽ ചെയ്യാത്? ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ മേലോട്ട് പോകുന്തോറും പ്രഷർ, അന്തരീക്ഷത്തിന്റെ മർദ്ദം കുറയാണ്. അപ്പൊ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസും ഒരുപാട് സർവൈവൽ മോഡിലാണ് പോകുന്നത്. അപ്പൊ ബേസിക്കലി ഈ 43 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഒരു സർവൈവൽ മോഡിൽ പോവാണ്. അപ്പൊ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ സാധാരണ രീതിയിൽ ഒരു മാസത്തിൽ ഒരിക്കൽ വരുന്ന പീരിയഡ്സ് 2 തവണയാവും. എല്ലാ 15 ഡേയ്സിലും പീരിയഡ്സ് വരും. അങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ മോസ്റ്റ് ഓഫ് ദ ലേഡീസിനും കണ്ടുവരുന്നത്. ഞാൻ യൂഷ്വലി മെൻസ്ട്രൽ കപ്പും പാഡും വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിലര് പീരിയഡ്സ് പോസ്റ്റ്പോൺ ചെയ്യും മെഡിസിൻ വെച്ചിട്ട്. സമർ പുഷിന്റെ ഡേറ്റ് തന്നപ്പോൾ ആ ഡേ ആണ് എന്റെ പീരിയഡ്സ്, 15-ാം തീയതി. അപ്പൊ ഞാൻ വിചാരിക്കാം, ഓക്കെ ഇന്ന് പീരിയഡ്സ് വന്നാൽ കുഴപ്പമില്ല, ഞാൻ C1 C2 ആവുമ്പോഴത്തേക്ക് ഏകദേശം സെക്കൻഡ് ഡേ കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് C1 കഴിഞ്ഞു, C2 കഴിഞ്ഞു, പീരിയഡ്സ് വരുന്നില്ല. C2 ഒരു ദിവസം ഒന്നും പീരിയഡ്സ് വരുന്നില്ല. അങ്ങനെ C3 പോയി. അവിടെ എത്തിയതും പീരിയഡ്സ് വന്നു. C4 നെക്സ്റ്റ് ഡേ രാത്രിയാണ് സബ്മിറ്റ്. അതായിരുന്നു എൻ്റെ വൺ ഓഫ് ദ മേജർ വെറി സമർ പുഷ് തുടങ്ങിയപ്പോൾ. പക്ഷേ എനിക്ക് സാധാരണ പീരിയഡ്സ് വന്ന 6 ദിവസം എടുക്കും. ഇപ്പോഴൊക്കെയോ ഞാൻ മൗണ്ടനിയറിംഗിൽ എനിക്ക് പീരിയഡ്സ് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളും അങ്ങനെ ആയിട്ടുള്ള. പക്ഷെ ഈ വർഷം കപ്പ് മിസ്പ്ലേസ് ചെയ്തു, വേറെ ഓപ്ഷൻ ഇല്ല. ഒരുപാട് പാഡ്സ് മാത്രമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ഈ പാഡിന്റെ അറിയാലോ, നമുക്കൊരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റണം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. ഞാൻ ക്യാമ്പ് 3 പോകുമ്പോൾ ഞാൻ എൻ്റെ ബോഡീനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്ലീസ് നാളെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തരല്ലേ, നാളെ എൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പാഡ് വെച്ച് അത് മാനേജ് ചെയ്തു. ക്യാമ്പ് 4 വരെ മാനേജ് ചെയ്തു. ഞങ്ങൾ എത്തുന്നത് 4 മണിക്കാണ്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ക്യാമ്പ് 3 മുതൽ. ട്രാഫിക് എന്ന് പറയുമ്പോൾ എന്തിന്റെ ട്രാഫിക്? 274 പേര് സബ്മിറ്റ് ചെയ്ത ദിവസത്തിന്റെ ട്രാഫിക്, ആളുകളുടെ ട്രാഫിക്. അതെ, ആളുകളുടെ ട്രാഫിക്. ക്യാമ്പ് 4 എത്തുന്നതിന്റെ കുറച്ച് മുന്നേ എൻ്റെ സ്റ്റൊമക്ക് അപ്സെറ്റായി. അപ്പോൾ ടോയ്ലറ്റിന് നമ്മൾ ഒരു ടോയ്ലറ്റ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് യൂസ് ചെയ്യുക. ഹയർ ക്യാമ്പിൽ അത് ബാഗ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഹ്യൂമൻ വേസ്റ്റ് തിരിച്ച് ബേസ് ക്യാമ്പിൽ കൊണ്ടിടണം. ഇല്ലെങ്കിൽ അത് എക്സ്പെഡിഷൻ കമ്പനിക്ക് ഫൈനാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബാഗിൽ ഇതും കൂടെ കരുതണം. അങ്ങനെയാണ്. അപ്പോൾ യൂഷ്വലി ചിലർക്കൊന്നും ബവൽ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും ക്യാമ്പ് 3 കയറി കഴിഞ്ഞാൽ. അതേസമയം എനിക്ക് സ്റ്റൊമക്ക് അപ്സെറ്റായി. എനിക്ക് നേരെ തിരിച്ചാ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ബാഗ് യൂസ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ടൈംസ് ഇത് യൂസ് ചെയ്യുന്നു. അത് അവസാനം ക്യാമ്പ് 4 വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാ സമർ പുഷിന് പോകും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ഞാൻ അവിടെ എത്തിയിട്ട് ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് മരുന്ന് വേണം, ഡയറി നിൽക്കാനുള്ള മരുന്ന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീം പറഞ്ഞു, ഇല്ല ഇവിടെ നിന്ന് മരുന്ന് തരാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി ഡെഡ് സോണിലെത്തി. 8000 മീറ്റർ ക്യാമ്പ് 4
ഡെഡ് സോണിലെത്തി. ഡെഡ് സോണിൽ എന്ന് വെച്ചാൽ ഹ്യൂമൻ സർവൈവൽ ഇല്ല, അങ്ങനത്തെ ഒരു സോണാണ്. അപ്പൊ മരുന്ന് കൊടുത്താൽ എന്താ? മരുന്ന് കൊടുത്താൽ എങ്ങനെ ബോഡി അത് എടുക്കാന്ന് അറിയില്ല. ബോഡി ഓൾറെഡി അത്രയും സർവൈവൽ മോഡലാണ്. കിഡ്നി വർക്ക് ചെയ്യുന്നത്, ഈ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എല്ലാം ഡിഫറെന്റ്. അപ്പൊ അവിടെ നമ്മളെ മരുന്നിനെ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതെങ്ങനെ ബോഡി പ്രതികരിക്കുക എന്നുള്ള പറയാൻ പറ്റില്ല. അപ്പൊ അവർ മരുന്ന് തരില്ല. അങ്ങനെ പുഷ് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോഴത്തേക്ക് എൻ്റെ വയറിന്ന് വീണ്ടും ക്രാംസ് വരാൻ തുടങ്ങി. ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ബോഡീനോട് പറയാണ്, ലിറ്ററലി ഇങ്ങനെ എൻ്റെ ഓക്സിജൻ മാസ്ക് ഉണ്ട്, ദായി തൊട്ട് മുന്നിലുണ്ട്. വി ഹാവ് നോ ഓപ്ഷൻ. എനിക്ക് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് വന്ന് ക്യാമ്പ് 4 വന്നിട്ടേ എനിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് കോപ്പറേറ്റ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ എൻ്റെ ബോഡീനോട്. സബ്മിറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി സേഫായിട്ട് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് വരണം, എന്നിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 15 മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും ക്രാംസ് വരുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആകെ കുടിക്കുന്ന ഇലക്ട്രോലൈറ്റ് വേറെ ഒന്നുമില്ല. ഹാഫ് ആൻ അവർ 1 hour ഈ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഞാൻ ക്ലൈംബ് ചെയ്യുന്നത്. അതിനുശേഷം സബ്മിറ്റ് കഴിയുന്നവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അറ്റ് ദ സെയിം ടൈം എനിക്ക് പേടി, ഈ പീരിയഡ്സ് ഉള്ളത് കൊണ്ട് പീരിയഡ്സ് സെക്കൻഡ് നല്ല ഹെവി ആയിരിക്കും. അപ്പൊ ആ പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുക, ഫ്ലോ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. പ്ലീസ്, ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഇവിടെ ഇനി കഷ്ടപ്പെടാൻ വയ്യ എന്നിട്ടാണ് ആലോചിക്കുന്നത്. ഒക്കെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ എനിക്ക് പീരിയഡ്സും സ്റ്റോപ്പ് ആയിട്ടുണ്ട്, എൻ്റെ ഡയറിയും എല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്ത എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ ഇൻ്റലക്റ്റിനനുസരിച്ചിട്ടാണ്. അവിടെ എനിക്കൊരു സ്ട്രോങ് റീസൺ ആണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടാണ് അലൈൻഡ് എൻ്റെ ബാക്കി എല്ലാ ലൈഫും എൻ്റെ. അപ്പോൾ നമ്മളെ ബോഡി അതിനനുസരിച്ച് അലൈൻ ആവും എന്ന് പറയുന്നത് എക്സാക്ട് എക്സ്പീരിയൻസ് ആണ് അവിടെ വരുന്നത്. കാരണം അവിടെ ഞാൻ എൻ്റെ റീസൺ സബ്മിറ്റാ പറയുന്നത്. എനിക്ക് സബ്മിറ്റ് സക്സസ്ഫുള്ളി സേഫ്ലി ചെയ്യണം, വന്നിട്ട് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ബോഡി അതിനനുസരിച്ചിട്ട് അലൈൻ ആവുകയാണ്. ശരിക്കും ഡയറിയും പീരീഡ്സും രണ്ടും കൂടി ആയിട്ട് സബ്മിറ്റിന് പുറപ്പെട്ട ഏതൊരാൾ ചിലപ്പം അറിയില്ല ബാക്കിയുള്ളവരുടെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. എനിവേ, മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ആകെ ഒരു വാക്കുള്ളൂ, പർവ്വതാരോഹകൻ അല്ലെങ്കിൽ പർവ്വതാരോഹക. പക്ഷെ ഇത് പല ടൈപ്സ് ഉണ്ട്. ഇപ്പൊ ട്രക്കിംഗ് ഒരു ടൈപ്പാണ്, ഐസ് ക്ലൈംബിംഗ് ഒരു ടൈപ്പാണ്, ആൽപൈൻ മൗണ്ടനിയറിംഗ് ഒരു ടൈപ്പാണ്. ശരിക്കും മൗണ്ടനിയറിംഗിൽ ബേസിക് ആയിട്ടുള്ള ടൈപ്സുകൾ എന്തൊക്കെയാണ്, അത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചുരുക്കി പറയും. മൗണ്ടനിയറിംഗ് 2 ടൈപ്പാണ് ബേസിക്കലി. ആൽപൈൻ ക്ലൈംബിംഗ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ റോപ്പൊക്കെ ഫിക്സ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഗൈഡിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് അൺസപ്പോർട്ടഡ് ആയിട്ട് ചെയ്യുന്ന എക്സ്പെഡീഷനാണ് ആൽപൈൻ ക്ലൈംബിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതല്ലാണ്ട് റോപ്പൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ക്ലൈംസ് ആണ് നമ്മൾ ചെയ്യുന്നത്, സപ്പോർട്ടഡ് ക്ലൈംസ് ആണ്. ഇതെല്ലാം മൗണ്ടനിയറിംഗ് ആണ്. റോക്ക് ക്ലൈംബിംഗ് എന്ന് പറയുന്നത് അത് ഡിഫറെൻറ്റ് സ്പോർട്ടാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ബോൾഡറിങ്, സ്പോർട്ട് ക്ലൈംബിംഗ്, ലീഡ് ക്ലൈംബിംഗ് എന്നൊക്കെ പറയുന്നത് അതൊരു ഒളിമ്പിക് സ്പോർട്ടാണ്. പക്ഷേ ഈ സ്കിൽസ് നമുക്ക് അമദബലം പോലത്തെ ഉള്ള മൗണ്ടൻസിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്, റോക്ക് ഉള്ള ഏരിയയിൽ എസ്പെഷ്യലി. കാരണം ഈ ലീഡ് ക്ലൈംബിംഗ്, സ്പോർട്ട് ക്ലൈംബിംഗ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ഈ കുത്തനെയുള്ള വോളിൽ നമ്മൾ ചെയ്യുന്നതാണ്. കാരണം അമദബലം പോലുള്ള ക്ലൈംബ് എന്ന് പറയുമ്പോൾ ഐസും റോക്കും കൂടെ മിക്സ് ആയിട്ടുള്ള പ്രതലാണ്. അപ്പൊ അവിടെ നമ്മൾ കാല് വെക്കുന്നത് ശ്രദ്ധിക്കണം, അതേസമയം നമ്മൾ സാധാരണ ക്ലൈംബിംഗ് ചെയ്യുന്ന ടെക്നിക്കും ചെയ്യണം. അപ്പൊ അവിടെ ഈ റോക്ക് ക്ലൈംബിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നെ ഐസ് ക്ലൈംബിംഗ് എന്ന് പറയുന്നത് അത് പാർട്ട് ഓഫ് മൗണ്ടനിയറിംഗ് സ്പോർട്ട് തന്നെയാണ്. അതൊരു മേജർ സ്കില്ലാണ്. കാരണം നമ്മൾ പോകുന്ന പല വഴികളിലും ചിലപ്പം ബ്ലൂ ഐസ് എന്ന് പറയും. ഇപ്പൊ ഫ്രഷ് സ്നോ ആണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് സ്നോ ആണ്. പക്ഷെ സോഫ്റ്റ് സ്നോയില് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാല് ഉള്ളിലേക്ക് വളരെ ഡീപ്പായിട്ട് അങ്ങ് പോകും. അപ്പൊ അതൊരു ചാലഞ്ചാണ്. പക്ഷെ അതേസമയം അതല്ലാണ്ട് കുറച്ച് അക്യുമുലേറ്റഡ് ആയിട്ട് അവിടെ കുറച്ച് കാലം ഉള്ള സ്നോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ക്രാംപോൺസ് വെച്ചിട്ട് വാക്ക് ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഉള്ളത് ഐസ് ക്ലൈംബിംഗ് ആണ്. ഐസ് ക്ലൈംബിംഗ് എന്ന് പറയുന്നത് കുത്തനെയുള്ള വോളായിരിക്കും. അപ്പൊ ഈ കുത്തനെയുള്ള വോളില് ബ്ലൂ ഐസ് എന്നാ പറയാ. അത് ശരിക്കും ഇങ്ങനെ ഹാർഡ് ഐസ് ആയിരിക്കും. ഈ ഹാർഡ് ഐസിൽ എന്താ പറയാ, ഐസാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് വെച്ചിട്ട് കുത്തിയിട്ട് കയറുന്നുണ്ട്. ആ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ജുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കും ഉണ്ട്. അപ്പൊ ജുമാർ വെച്ചിട്ടും ചെയ്യും. ഇതിൽ ഏറ്റവും ടഫസ്റ്റും ടെക്നിക്കലി നമ്മൾ ഭയങ്കര എക്വിപ്ഡ് ആയിട്ട് വേണ്ടത് ഇതിൽ ഏതായിരിക്കും? ഞാൻ റോക്ക് ക്ലൈംബിംഗ് ആണ് ആദ്യം പഠിച്ചത്. ഇപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിയിൽ
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത് പഠിച്ച ഐസ് ക്ലൈമ്പിംഗ് തന്നെയായിരുന്നു, ആ ടെക്നിക്ക് പഠിക്കാനായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വന്നത് ഇനീഷ്യൽ ഫേസിൽ. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി. എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പോകുമ്പോഴേ അവിടെ ഇപ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ചിലത് നേരത്തെ പറഞ്ഞു, ഈ ക്രവാസസ്, അവലാഞ്ച്, സ്നോഫോൾസ്, ഗ്ലേഷ്യേഴ്സ്. ഈ 4 അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഏറ്റവും വലിയ നമുക്ക് വെല്ലുവിളിയായിട്ട് വരുന്നത്? വെതർ കണ്ടീഷനാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയവും നമുക്ക് ടേൺ അറൗണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഒരുപാട് വെതർ സ്റ്റേഷൻസ് ഉണ്ട് ഓരോ പീക്കിലും. എവറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഒരു വെതർ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ സൗത്ത് കോളിൽ ഒരു വെതർ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ബാൽക്കണി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അവിടെയും വെതർ സ്റ്റേഷൻ ഉണ്ട്. ആ സമയത്തുള്ള വിൻഡ്, അവിടുത്തെ പ്രഷർ, അവിടുത്തെ കോൾഡ് എത്രത്തോളം കോൾഡ് ആണെന്നില്ല, അങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് അവർ വെതർ സ്റ്റേഷനിൽ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് വെതർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഈ വെതർ റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത്, ക്ലൈംബിംഗ് വിൻഡോ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്പെഡീഷൻ കമ്പനിയാണ് മാനേജ് ചെയ്യുന്നത്. അവർക്ക് അവർലി ബേസിലുള്ള വെതർ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് വെതർ വിൻഡോ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്തായിരുന്നു ടേൺ അറൗണ്ടിന് കാരണം? വെതർ മോശമായിട്ടുണ്ടായിരുന്നു. വളരെ സ്പീഡിലുള്ള 60 km/h മുകളിലുള്ള വിൻഡായിരുന്നു പ്രഡിക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞങ്ങൾ ക്യാമ്പ് 3-ലാണ്. അപ്പോൾ ക്യാമ്പ് 3 ചുറ്റും നോക്കുന്ന സമയത്ത് താഴെ ടെൻ്റൊക്കെ പറന്നു പോകുന്ന ഒരു സീൻ കാണാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഷെർപ്പ പറഞ്ഞു, ഓക്കെ നൗ സേഫ് അല്ല, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സേഫ് അല്ല. ഒബ്വിയസ്ലി നമ്മുടെ ലൈഫാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് മൗണ്ടൻ ഇസ് ഓൾവേസ് ദെയർ, യു ക്യാൻ ഓൾവേസ് കം ബാക്ക് എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. മൈൻഡ് കോപ്പപ്പ് ചെയ്യാൻ പാടായിരിക്കും, കാരണം ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതാണ് റിയാലിറ്റി. ആ സേഫ്റ്റിയാണ് പ്രയോറിറ്റി. ഈ സ്നോഫാള്, അവലാഞ്ചൊക്കെ കൂടാതെ അവിടെ റോക്ക് ഫോളിനുള്ളൊരു സാധ്യത ഉണ്ടോ? അത് ചില മൗണ്ടൻസിലുണ്ട്. ഇപ്പം ഞാൻ കയറിയിട്ടുള്ള ഐലൻഡ് പീക്ക് എന്നുള്ള ഒരു മൗണ്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റോക്ക് പാർട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഐസ് പാർട്ടിലോട്ട് പോകുന്നത്. ആ റോക്ക് കയറുന്ന സമയത്ത് ഒരുപാട് റോക്ക് ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ എവറസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോകുന്ന വഴി അത് കംപ്ലീറ്റ്ലി ബ്ലൂ ഐസ് ആയിരുന്നു. അപ്പോൾ ബ്ലൂ ഐസിൽ എല്ലാവരും ഈ ക്രാംപോൺസ് ഇട്ട് ഫ്രണ്ട് ഫൂട്ട് കുത്തുമ്പോൾ ആ ഐസിക്കിൾസ് ശരിക്കും അങ്ങ് വീഴും, താഴോട്ട് വീഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നോ സ്റ്റോം വരുന്ന സമയത്ത് പ്രഷർ താഴോട്ട് കൂടുതലാണ്. പ്രഷർ എപ്പോഴും താഴോട്ടാണ് കൂടുതലായിട്ട് വരിക. അപ്പം താഴേന്ന് നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് മേലെ കാണാൻ പറ്റുന്നില്ല, കാരണം കാറ്റ് അത്രയും ഈ സ്നോ സ്റ്റോം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വലിയ വലിയ ഐസും ഹെൽമെറ്റിലൊക്കെ തട്ടി. ഒരു ടൈമിൽ ഞാൻ റോപ്പ് പിടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വലിയൊരു ഐസ് വന്നു വീണു. അപ്പൊ ഞാൻ കൈ എടുത്തു, കാരണം അത് നല്ല അല്ല, എൻ്റെ കയ്യിൽ കൊണ്ടു കൈ വേദനിച്ചു, എന്നിട്ടാണ് ഞാൻ കൈ എടുത്തത്. അപ്പം അത്രയും പ്രഷറിലാണ് വരുന്നത്, അത്രയും സ്പീഡിലാണ് വരുന്നത്. ഈ ക്ലൈമറ്റ് തണുപ്പും പിന്നെ ആൾട്ടിറ്റ്യൂഡും ആണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും കൂടിയാണല്ലോ ഈ മൗണ്ട് എവറസ്റ്റിനെ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റുന്നത്, ഡെഡ് സോൺ ആക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ പൊതുവെ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്, ഉയരം കൂടുന്തോറും മർദ്ദം കുറയും, പിന്നെ അതുപോലെ ഓക്സിജൻ ലെവലും കുറവായിരിക്കും. എന്താണ് ഈ ഒരു മൗണ്ട് എവറസ്റ്റ് കീഴടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫിസിക്കലി നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? ശരിക്കും എൻ്റെ ബോഡി ഒരു സർവൈവൽ മൂഡിലാണ് പോകുന്നത് എന്നുള്ളത് എനിക്കത് ശരിക്കും ഫീൽ ചെയ്യാം. കാരണം ഓരോ ലെവൽ ഓഫ് ഓൾട്ടിറ്റ്യൂഡ് എത്തുമ്പോഴും നമുക്ക് ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ചില സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ ബോഡീനെ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കാണ്ട് സർവൈവൽ ഇല്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഇല്ലാണ്ട് എനർജി ഇല്ല. അപ്പോൾ ഇതൊക്കെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന വേറെ രീതിയിൽ, മൈൻഡ് ഗെയിം വേറെയാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ നമ്മള് വളരെ കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ടാണ് ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതും അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, നമ്മളെ ബോഡീനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വീക്ക്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഉടനെ ഷെർപ്പനോട് പറയണം. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ്. അതായത് ബോഡി റിഫ്ലക്സ് സിഗ്നൽസ് തരണം എന്നില്ല, പക്ഷെ നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്ത് നമ്മൾ പലതും നമ്മളെ നിർബന്ധിച്ച് ഒരു ഡിസിപ്ലിൻ പാലിച്ചും കൊണ്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഈ
ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ മർദ്ദം കുറയുമ്പോൾ ഈ മൂക്കുന്ന് ബ്ലഡ് വരുന്ന ആ സംഭവമാണോ? അത് വരാറുണ്ടോ? അത് എനിക്കിതുവരെ വന്നിട്ടില്ല. പക്ഷെ ആ ഒരു പ്രഷറിൽ ഡിഫറൻസിൽ പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്, ചെറിയ സ്പോട്ടിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൽ മോസ്റ്റ്ലി വരുന്ന ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് പല രീതിയിലും. അപ്പൊ അത് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത് ചിലർക്ക് വരുന്ന തലവേദനയായിട്ടായിരിക്കും, ചിലർക്കത് വോമിറ്റിംഗ് ആയിട്ട് വരും. അപ്പോൾ ചിലർക്കത് ഭയങ്കര ഫെറ്റീഗായിട്ട്, അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എനർജി കുറയും. ഈ സമയത്ത് തന്നെ തലവേദനയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ബോഡി ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബോഡി കോപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഹൈഡ്രേഷൻ സെറ്റ് ചെയ്ത്, ഹൈഡ്രേഷൻ ഒരു മിനിമം 3 ലിറ്ററൊക്കെ ഡെയിലി കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് അക്ലമറ്റൈസേഷൻ ചെയ്യാനുള്ള ചാൻസസ് ഹൈ. എത്ര വെള്ളം നിങ്ങൾ ക്യാരി ചെയ്യും? അത് എത്ര വെള്ളം എന്നും ക്യാരി ചെയ്യും. ട്രെക്കിൽ എപ്പോഴും ഒരു 3 ലിറ്റർ ക്യാരി ചെയ്യും. ക്ലൈംബിലും 2 ലിറ്ററോളം എപ്പോഴും കയ്യിലുണ്ടാവും. അതിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. കാരണം നമ്മളെ ബോഡിയിൽ നിന്ന് കുറേ മിനറൽസ് പോയിക്കൊണ്ടിരിക്കുക, സോൾട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആണ് കൂടുതൽ കൊടുക്കുന്നത്. അതെ. അതേസമയം പിന്നെ നമുക്ക് വേണ്ടത് കാർബ്സ് ആണ്. കാരണം അത്രയും എൻഡ്യൂറൻസ് ഉള്ള ഗെയിമാണ്. ലോങ്ങർ 6 to 7 hours നടക്കുകയാണ്. അപ്പം ഇതിന് കാർബ്സ് വേണം. അപ്പോൾ പൊതുവേ പറയാ ജെൽസ്, സ്പോർട്സ് ജെൽസ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ ഈ 6-7 മണിക്കൂർ നടന്നു കഴിഞ്ഞ് ക്യാമ്പ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതുവരെ നമ്മൾ ഈ സ്നാക്സും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയലി 6000 മീറ്റർ 7000 മീറ്ററിന്റെ മേലേക്ക് ഒരു ദിവസം നമ്മൾ ഒരു 6-7 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒരു 9000-10,000 കാലറി ഈസിലി ബേൺ ആവും. ഈ ന്യൂട്രീഷൻ ഒക്കെ നമുക്ക് ഇതേപോലെ ജെൽസിന്റെ രൂപത്തിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ രൂപത്തിലൊക്കെ നമുക്ക് ക്യാരി ചെയ്യാന്ന് വിചാരിക്കാം. അപ്പം ഈ ഓക്സിജൻ ലെവൽ കുറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? 6700-800 മുതൽ സപ്ലിമെന്ററി ഓക്സിജൻ യൂസ് ചെയ്യും. അത് റെഗുലേറ്റ് ചെയ്യാം. അതിന്റെ ഒരു മിനിമൽ 0.5 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 15 മണിക്കൂറോളം ഒരു സിലിണ്ടർ നിൽക്കും. പക്ഷെ നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് സ്റ്റീപ്പ് ക്ലൈംബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഓക്സിജൻ നമ്മളെ ബോഡിക്ക് വേണ്ടി വരും. അത് ശരിക്കും ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യാം. കാരണം ബോഡി മൂവ് ചെയ്യില്ല. ചില സമയത്ത് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കുന്നതിനേക്കാളും ഒരു 1/10 സ്പീഡിലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് 6800 മീറ്റർ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് 6700 to 800 ടൈം എൻ്റെത് വളരെ കൂടുതലായിരുന്നു. കാരണം എനിക്ക് ആ ഫെറ്റീഗ് ശരിക്കും ഫീൽ ചെയ്യായിരുന്നു. എന്നിട്ട് ആ 6800 എത്തിക്കഴിഞ്ഞ് ആ ഓക്സിജൻ അങ്ങ് ഫിക്സ് ചെയ്തപ്പോഴത്തേക്കും മസിൽസ് എല്ലാം റിലാക്സ് ആയി, കൂടുതൽ എനർജി വന്നു. അപ്പൊ ശരിക്കും ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും ആ ഓക്സിജൻ ചെല്ലുന്നതോടുകൂടി. സപ്ലിമെന്ററി ഓക്സിജൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളെ ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ് ഉയരം കൂടുന്തോറും. ക്യാമ്പ് 3 ക്യാമ്പ് 4 ഒക്കെ എത്തുന്ന സമയത്ത് എക്സ്ട്രീം കോൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ചെസ്റ്റിന്റെ ഭാഗത്ത് ഐസ് ഫോം ചെയ്തിരിക്കുന്ന കാണാം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് വെച്ചിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുന്നത് പോകുന്നത് ഇങ്ങോട്ടാ. അപ്പൊ അത്രയും എക്സ്ട്രീം വെതർ ആയതുകൊണ്ടാണ് അവിടെ ഐസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങായിരുന്നു. അപ്പൊ ഹിലറി സ്റ്റെപ്പിന്റെ താഴെ ഒരു റോക്കി പാട്ടുണ്ട്, അവിടെ റാപ്പിൽ ചെയ്തിട്ട് ഇറങ്ങേണ്ട. അപ്പൊ എന്നോട് പറഞ്ഞു റാപ്പിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ഓക്സിജൻ പോയിന്റ്, അവിടെ നമുക്ക് സിലിണ്ടർ ചേഞ്ച് ചെയ്യണം എന്ന് എന്നോട് ദായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ ചേഞ്ച് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് റാപ്പിൽ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റോപ്പില് ഞാൻ വളരെ സ്പീഡായിട്ടാണ് റാപ്പിൽ ചെയ്യുന്നത്. അപ്പം ദായി എൻ്റെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പോൾ ദായിനോട് പറഞ്ഞു വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു, ഞാനും വേഗം വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പെട്ടെന്ന് ക്യാമ്പ് 4 എത്തണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ടാണ് റാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാപ്പിൽ ചെയ്യുന്ന പറയുന്ന ഒരു ടെക്നിക്കാണ്, താഴോട്ട് ഇറങ്ങുന്ന ഒരു ടെക്നിക്കിനാണ് റാപ്പിൽ ചെയ്യാന്ന് പറയാം. മേലോട്ട് കയറുന്ന ടെക്നിക്കാണ് ജുമാറിങ്. ഓക്കെ. അപ്പോൾ റാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് ഒരു അരമണിക്കൂറിന് ആ പോയിന്റ് ഒന്നും അരമണിക്കൂറില്ല, ഒരു മേ ബി ഒരു 15-20 മിനിറ്റ്സിന്റെ പ്രൊസീജിയറാണ്. ആദ്യത്തെ റോപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ റോപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ റോപ്പൊക്കെ ഏകദേശം ആയപ്പോഴത്തേക്കും എൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു. ഞാൻ പറഞ്ഞു ദായി വെയിറ്റ് കറോ, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പകുതി സ്പീഡിലാണ് പിന്നെ പോകുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയേർഡ് ഫീല് വരാൻ തുടങ്ങി. ശരിക്കും മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആവാൻ തുടങ്ങി. അപ്പോൾ ദായിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു
ജൽദി ആവും, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം, സിലിണ്ടർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പോയിന്റിലെത്തി അവിടെ ഇരുന്ന് എൻ്റെ സിലിണ്ടർ ഊരിയിട്ട് മാസ്ക് ഊരിയിട്ട് പറഞ്ഞു 30 സെക്കൻഡ് ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ആ 30 സെക്കൻഡ് എൻ്റെ ലൈഫിൽ അനുഭവിച്ച ആ 30 സെക്കൻഡ് ഞാൻ മറക്കില്ല. കാരണം എൻ്റെ സിലിണ്ടർ ഓൾറെഡി എക്സോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ ലാസ്റ്റ് റോപ്പ് എത്തുന്നതിൻ്റെ മുന്നേ എൻ്റെ സിലിണ്ടർ ഓൾറെഡി എക്സോസ്റ്റ് ആയിരുന്നു. അപ്പം അത് ഒരു ഇത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പോയിന്റ് ഒന്ന് മാറ്റുക എന്ന് പറയുന്നത്. എക്സാക്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് സ്ലോ ആകാൻ കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ എത്രയോ 10-15% എന്തോ ഉള്ളൂ. അപ്പം കിട്ടുന്ന ഓക്സിജൻ കുറവായപ്പോഴത്തേക്കും ഞാൻ സ്ലോ ഡൗൺ ആയി, പിന്നെ വളരെ സ്ലോ ആയി, പിന്നെ ഓൾമോസ്റ്റ് എക്സോഷൻ രീതിയിലാണ് സിലിണ്ടർ ഉള്ളത്. കുറച്ചുണ്ട് അതില്, പക്ഷെ നമ്മൾ വിചാരിച്ചത്ര കിട്ടുന്നില്ല. ബെയർലി ബ്രീത്ത് ചെയ്യാനുള്ളുണ്ട്. ആ മൊമെന്റിലാണ് ബെയർലി ബ്രീത്ത് ചെയ്യുന്നിടത്തു നിന്നാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങല്ല, പക്ഷെ എന്താ പറയാ, ശരിക്കും ഒരു ഡിസോറിയന്റഡ് ഫീലിംഗിന്റെ ഒരു തുടക്കം എന്ന് പറയില്ലേ. അപ്പൊ അവിടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ല? ഉണ്ട്, മേ ബി 35% ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത്രയും ഓക്സിജൻ, അതായത് സപ്ലിമെന്ററി ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ഈ 35%-ലോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് എടുക്കാൻ പറ്റില്ല. ശരിക്കും ലൈഫിൽ ഏറ്റവും ലക്ഷറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രീ ആയി കിട്ടുന്ന ഓക്സിജൻ ആണെന്നുള്ള വീണ്ടും വീണ്ടും ബോധം എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഓക്സിജൻ സിലിണ്ടറിന് $350. ഈ സാധനമാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂസ് റോക്സ് ഉള്ള മലയിൽ പോയിട്ടുണ്ട്. ലൂസ് റോക്സിന് സ്ക്രീസ് എന്നാ പറയാ. ക്യാഗർ കാംഗ്രി എന്നുള്ളൊരു എക്സ്പെഡീഷൻ ഉണ്ടായിരുന്നു. 6200 മീറ്ററിലെ ലഡാക്കിലുള്ളൊരു എക്സ്പെഡീഷൻ. സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളെ ഗ്രൂപ്പിന്. അന്നും വെതർ കണ്ടീഷൻ മോശമായിരുന്നു. കാരണം അതൊരു വിന്റർ ക്ലൈംബ് ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീസ് ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീസാണ്. അപ്പം അതൊരു ഈ പറഞ്ഞ പോലെ ടെക്നിക്കാണ്. എങ്ങനെ എസ്പെഷ്യലി ഡിസെൻഡ് ചെയ്യുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ട്. കാരണം ലൂസ് റോക്സ് ആകുമ്പോൾ ഇങ്ങനെ പോകും, തെന്നി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഇറങ്ങുമ്പോൾ ഹീൽസ് കുത്തി ഇറങ്ങണം എന്ന് പറയും. അപ്പം എപ്പോഴും ഒരു ടെൻഡൻസി നമ്മൾ ടോസ് കുത്തി ഇറങ്ങാനാണ് ഇറങ്ങുമ്പോൾ. പക്ഷെ ഹീൽസ് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഗ്രിപ്പ് വരികയാണ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ക്രീസിൽ തന്നെ ഏത് ഷേപ്പിലാണ് അത് കിടക്കുന്നത്, എങ്ങോട്ടാണ് അതിന്റെ മൂവ്മെന്റ് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് അത് അലൈൻ ചെയ്തിട്ടാണ് നമ്മളത് ഫീറ്റ് പ്ലേസ് ചെയ്യുന്നത്. എവറസ്റ്റ് എക്സ്പെഡിഷനിൽ പൊതുവെ ആളുകൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പിഴവ് എന്ന് പറയുന്നത് എന്താണ്? അശ്രദ്ധ. ഇപ്പൊ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മള് ഹാർനസിൽ നിന്ന് പോകുന്ന 2 സേഫ്റ്റി, അതിൽ മിനിമം ഒരു സേഫ്റ്റി എപ്പോഴും റോപ്പിൽ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. റൂട്ടിലുള്ള ഫിക്സ് ചെയ്ത റോപ്പിൽ കണക്ട് ചെയ്യണം എന്നാണ്. അത് ചെയ്യാണ്ട് കുംഭു ഗ്ലേഷ്യറിൽ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു അശ്രദ്ധയാണ്. എന്തെങ്കിലും ചെറിയ ഹെൽത്ത് കണ്ടീഷൻ, ചെറിയ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് വരുന്ന സമയത്ത് ഉടനെ ഷെർപ്പനെ എക്സ്പെഡീഷൻ കമ്പനീനെ അറിയിക്കണം. എന്നാലേ അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം അത് പല കാരണങ്ങൾ കൊണ്ട് ക്ലൈംബേഴ്സ് പറയില്ല. കാരണം എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് അവരെന്നെ തിരിച്ചയച്ചാലോ, ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് വന്നതല്ലേ. അപ്പം തിരിച്ചു പോകാൻ ഒരു മടിയുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പം ആൾക്കാരത് പറയാണ്ട് അശ്രദ്ധ അവിടെയും വരാം. ഈ എവറസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. കടുത്ത വെയിൽ ഒരു സമയത്ത് ചിലപ്പോൾ നിമിഷ നേരം കൊണ്ട് ഭയങ്കര സ്നോഫാൾ ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കില്ല ഇതിന്റെ ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് മൂഡ് മാറിയ, ക്ലൈമറ്റ് മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ രീതിയിൽ ഈ എല്ലാ ക്ലൈംബേഴ്സും ഒരു 6 മണി 7 മണിക്ക് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ക്യാമ്പ് ടു എത്തുക എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ സാധാരണ 6-7 മണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൺലൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് സണ്ണി ആയിട്ടുള്ള ഡേ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗിയേഴ്സൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുന്നത്. ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ലെയർ ഉണ്ടാവും, ഒരു മിഡ് ലെയർ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ
2 ടൈപ്പ് ജാക്കറ്റ് ഉണ്ട്. ഒന്ന് ഡൗൺ ജാക്കറ്റ് ഉണ്ട്, ഗോടെക്സ് ജാക്കറ്റ് ഉണ്ട്. ഡൗൺ ജാക്കറ്റ് നല്ല തണുപ്പ് വരുമ്പോൾ അതിന് മേലെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗോടെക്സ് എന്ന് പറയുന്നത് വിൻ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റാണ്. ചെറിയൊരു സൺലൈറ്റ് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പം നല്ല സൺലൈറ്റ് ആയിരിക്കും, കുറച്ചും കൂടെ സണ്ണി ആയിരിക്കും, ചൂടായിരിക്കും, ഗോടെക്സ് എടുത്തിടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് സ്നോ സ്റ്റോമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്ലിസേർഡാണ്. അപ്പോൾ അവിടെ ഈ ജാക്കറ്റിന്റെ മുകളിൽ വീണ്ടും ഗോടെക്സ് എടുത്തിടുന്നുണ്ട്. സാധാരണ ഡൗൺ ഊരിയിട്ടാണ് ഗോടെക്സ് ഇടുക. ഇത് ഡൗണിന്റെ മേലെ ഗോടെക്സ് ഇട്ടിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, തല താഴ്ത്തിയിട്ട് അവിടെ നിൽക്കുക എന്നല്ലാണ്ട്. ഞങ്ങൾ 4 ക്ലൈംബേഴ്സ് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് തല താഴ്ത്തി അവിടെ നിൽക്കുക. കാരണം ഒരു ഡയറക്ഷനിൽ വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിഞ്ഞ് നിൽക്കുക എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ദൂരെ കുറച്ച് പോയിന്റ്സ് കാണുന്നുണ്ട്, ആൾക്കാരുടെ കുറച്ച് പ്രസൻസ് കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്കുള്ള റൂട്ട് കാണുന്നില്ല. കംപ്ലീറ്റ്ലി വൈറ്റ് ഔട്ട് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓരോ ടെക്നിക്സ് അല്ലേ ഉപയോഗിക്കുക. അതായത് സ്നോഫോൾ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ തല താഴ്ത്തി നിന്നു. അപ്പൊ ഈ അവലാഞ്ച് വരുമ്പം അതുപോലെ അങ്ങനെ ഓരോന്ന് വരുമ്പോൾ എന്തൊക്കെ ടെക്നിക്സാ? അവലാഞ്ച് തൊട്ട് മുന്നേ നമുക്ക് കാണാം. അവലാഞ്ചയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ സ്നോ സ്റ്റോമിൽ എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്ററിൻ്റെ ഒക്കെ മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രീംലി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ക്ലൈംബ് അബോട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്നത്. ക്രവാസസ് നമുക്ക് കുറെ മുമ്പേ കാണാൻ പറ്റുമോ? തൊട്ട് മുന്നിൽ ഇത് കാണുന്ന അവസ്ഥ? അല്ല, കുറച്ച് മുന്നേ കാണാൻ പറ്റും. വൈറ്റ് ഔട്ട് ആണെങ്കിൽ അത് കാണാൻ പറ്റില്ലല്ലോ. അപ്പോഴും വൈറ്റ് ഔട്ട് ആവുന്ന സമയത്ത് അത്രയും ദൂരത്തുനിന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഇതായി പറയും, ഇവിടെ ഇങ്ങനെ ക്രവാസ് ഉണ്ട്, നമുക്കിനി ഇത് ക്രോസ് ചെയ്യണം. പുതുതായി ക്രവാസ് രൂപപ്പെടും. അപ്പോഴോ തിരിച്ചിറങ്ങുന്ന സമയത്ത് പുതിയ ക്രവാസേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ പുറകെയാണ് നടക്കുക. എപ്പോഴും ഗൈഡ്സ് ആണ് ആദ്യം നടക്കുക. അപ്പൊ ഗൈഡ്സ് നടക്കുമ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ അവർ പറയും ഇവിടെ പുതിയ ക്രവാസെ ഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നെങ്കിൽ ഇത് റോപ്പ് ഫിക്സ് ചെയ്ത് ജമ്പ് ചെയ്യണം, അല്ലെങ്കിൽ ലാഡർ ഉണ്ട്. ഇപ്പം നമ്മൾ ഇത്ര നേരം സംസാരിക്കുന്നതിനിടയിൽ സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയിട്ട് പല ഗിയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, ക്രാംപോൺസിനെ പറ്റി പറഞ്ഞു, ഐസാക്സിനെ പറ്റി പറഞ്ഞു. ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള മൊത്തത്തിലുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? സമ്മിറ്റിന് യൂസ് ചെയ്യുന്ന സമ്മിറ്റ് സൂട്ട്, അതിന് ഡൗൺ സൂട്ട് സമ്മിറ്റ് സൂട്ട് എന്ന് പറയും. പിന്നെ ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ്, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഐസ് ക്ലൈംബിങ് ചെയ്യുമ്പോഴും സ്നോയില് നടക്കുമ്പോഴും നമുക്ക് വേണ്ടത് ക്രാംപോൺസ് ആണ്. അപ്പോൾ ബൂട്ട്സ്, ക്രാംപോൺസ്, പിന്നെ അത് കഴിഞ്ഞ് ഹാർനസ് എന്ന് പറയും. ഹാർനസ് ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റിൽ നിന്നാണ് സേഫ്റ്റി റോപ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജുമാറിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് ജുമാറിങ് എന്ന് പറയുന്നത് കയറ്റം. ഈ കയറ്റത്തിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ജുമാറിങ്. അതിനൊരു എക്യുപ്മെന്റ് ഉണ്ട്. ആ എക്യുപ്മെന്റിനാണ് ജുമാർ എന്ന് പറയുന്നത്. തിരിച്ചിറങ്ങാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. അതാണ് റാപ്പിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാപ്പിലിംഗ് ചെയ്യുന്നത് പല രീതിയിൽ റാപ്പിലിംഗ് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസെൻഡർ വെച്ചിട്ടുള്ളത്. അതൊരു എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടെക്നിക്സിന് യൂസ് ചെയ്യുന്ന എല്ലാ ഗിയേഴ്സും. അപ്പോൾ ക്യാരബീനേഴ്സ് ആണ് റോപ്പിൽ കണക്ട് ചെയ്യുന്നത്. ഈ ക്യാരബീനറാണ് നമ്മൾ റോപ്പിലേക്ക് സേഫ്റ്റി ക്ലിപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ദേഹത്ത് ക്ലിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം ഐസാക്സ് പോലുള്ള വേറെ എന്തൊക്കെ ഈ ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവും? ഐസാക്സ് മാത്രമേ ഉണ്ടാവും. ഐസാക്സ് മാത്രമാണ്. അതും മേജർലി നമ്മൾ ക്ലൈംബിന് ഈ ജുമാറും റാപ്പിലിംഗ് ആണ് യൂസ് ചെയ്യുക. ഐസാക്സ് യൂസ് ചെയ്യുന്നത് ആൽപൈൻ ക്ലൈംബിങ്ങിന് യൂസ് ചെയ്യും. ഐസാക്സ് റോപ്പ് ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയിട്ട് ആ റൂട്ട് അവര് എന്താ പറയാ ആക്സ് യൂസ് ചെയ്തിട്ടാണ് ഒന്ന് നിരപ്പാക്കിയിട്ട് അതൊന്ന് എടുക്കുന്നത്. പിന്നെ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേറ്റർ, GPS അങ്ങനെ വല്ലതും നിങ്ങളുടെ കയ്യിലാണോ ഉണ്ടാവുക, അതോ ഷെർപ്പയുടെ കയ്യിലാണോ? ഷെർപ്പന്റെ കയ്യിൽ എപ്പോഴും റേഡിയോ കോൺവെർസേഷൻ ഓൺ ആയിരിക്കും. അത് എത്ര ദൂരം വരെ? അത് എവിടെ വരെ? സമ്മിറ്റ് വരെ. അത് എക്സ്പെഡീഷൻ ടീം മൊത്തം കണക്റ്റഡ് ആയിരിക്കും. എല്ലാവരും ആ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഡിയോ ഓൺ ആക്കിയിട്ട് പറയാം. നിങ്ങളുടെ കയ്യിലുണ്ടാവും? ഇല്ല, എൻ്റെ ഷെർപ്പന്റെ കയ്യിലുണ്ടാവും. പിന്നെ GPS ട്രാക്കർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗാർമിൻ്റെ ഒരു മെഷീൻ ഉണ്ട്.
അപ്പം ഓരോ ക്ലൈംബറിനും ഓരോ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും. എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ എല്ലാ ദിവസവും അവർ അപ്ഡേറ്റ് ചെയ്യും. ഈ മഞ്ഞുമലകളിൽ പൊതുവേ കാണുന്ന ഒരു ജീവിയാണ് ഹിമപ്പുലി എന്ന് പറയുന്നത്. അങ്ങനെ വല്ലതിനെയും കാണാറുണ്ടോ നിങ്ങൾ? അതൊന്നും ഈ ഒരു ഏരിയയിലെ അല്ല. കാരണം 5000 മീറ്റർ വരെ നമുക്ക് വില്ലേജസ് കാണാമെങ്കിലും ഒരു 4000 മീറ്റർ വരെയാണ് വെജിറ്റേഷൻ കാണാം. അതിന് മുന്നേ ഒരു 3000 മീറ്റർ വരെയാണ് നമുക്ക് പൂച്ച പോലെയുള്ള അതൊക്കെ ഡോഗ്സ് ആണെങ്കിലും കാറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ അങ്ങനെ ഒന്നും കാണില്ല. ഇല്ല, അതൊന്നുമില്ല. അതിനൊന്നും എക്സിസ്റ്റൻസ് ഇല്ല അവിടെ. പിന്നെ ഒന്നും കാണില്ല. ഫംഗസുകളോ അങ്ങനെ വല്ലതും ഉണ്ടാവും? കാരണം വലിയ വെയിലില്ലാത്ത ഏരിയ. ഫംഗസ് എന്ന് വെച്ചാൽ നമുക്ക് റോക്കിന്റെ മുകളില് പ്യോർ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് കാണുന്ന ഒരു ഫംഗൽ ഉണ്ട്. അതിന് പേര് ലിച്ചൻ എന്നാ. ആ ലിച്ചൻ കാണാം പോകുന്ന വഴി. നമ്മുടെ നാട്ടിലും ലിച്ചൻ മഴക്കാലത്തൊക്കെ ചില സമയത്ത്. ഈ ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ ഭയങ്കര പ്രശ്നം തന്നെയാണല്ലോ ഇതില്. ഈ അക്യൂട്ട് മൗണ്ടൻ സിക്നസ്, ഹെയ്പ്പ്, ഹേസ്, അതിനെ കുറിച്ചൊന്ന്. അത് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ്. അക്യൂട്ട് മൗണ്ടൻ സിക്നസ്, AMS എന്ന് പറയും. അതാണ് പല രീതിയിൽ ചിലർക്ക് തലവേദനയായിട്ടും ചിലർക്ക് ഡിസിനെസ് ആയിട്ടും ഒക്കെ വരുന്നത്. ആ മെഡിസിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് യൂഷ്വലി ക്ലൈംബേഴ്സ് ഡൈമോക്സി യൂസ് ചെയ്യില്ല. കാരണം നമ്മളെ ബോഡി സ്ലോലി അക്ലമറ്റൈസ് ചെയ്ത് ആ ഒരു ഓൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. പക്ഷേ ട്രെക്കിന് വരുന്നവര് ചിലപ്പോൾ ചെറിയ പീരീഡാണ്, അവർക്ക് 10-12 ദിവസം സർവൈവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവർ ഡൈമോക്സ് യൂസ് ചെയ്തിട്ട് ട്രെക്കിന് വരുന്നവരുണ്ട്. പിന്നെ വരുന്ന 2 എക്സ്ട്രീം കണ്ടീഷനാണ് പൾമനറി എഡിമ, സെറിബ്രൽ എഡിമ. ഇത് രണ്ടും എക്സ്ട്രീം കണ്ടീഷനാണ്. അപ്പോൾ പൾമനറി എഡിമ എന്ന് പറയുന്നത് നമ്മളെ ലങ്സിൽ നീർക്കെട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മളെ ബോഡിക്ക് ലങ്സിന് പുഷ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഓക്സിജൻ കൊടുക്കാൻ പറ്റില്ല. ആ സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വരുന്നതും ആൾക്കാർ ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ട് കൊളാപ്സ് ചെയ്യുന്നതും. അതുപോലെ തന്നെ സെറിബ്രൽ എഡിമ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എക്സ്ട്രീം കണ്ടീഷൻ ഉണ്ട്. അവിടെ ഹാലൂസിനേഷൻ വരും. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും റൈറ്റ് ആവില്ല. പല മുന്നിൽ ശരിക്കും റിയാലിറ്റി ആയിരിക്കില്ല കാണുന്നുണ്ടാവുക. ചില സമയത്ത് പല ആൾക്കാരെ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ, നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന പോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. സിനിമകളിലൂടെയാണല്ലോ നമ്മൾ കൂടുതൽ മൗണ്ടനിയറിങ് കണ്ടിട്ടുള്ളത്. എനിക്കൊന്ന് സൂറേനെ പോലുള്ള ഒരാളത്ത് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ കരിയറിൽ തന്നെ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫ്രോസ് ബൈറ്റ് ആണ്. ആളുകളുടെയൊക്കെ വിരൽ മുറിക്കുക. അത് എപ്പോഴാ വരിക? അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫ്രോസ് ബൈറ്റ് പല ലെവലുണ്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഫ്രോസ് നിപ്പാണ്. അപ്പം ഫ്രോസ് നിപ്പ് ഒരുവിധം എല്ലാ ക്ലൈംബേഴ്സിനും വരും. എനിക്കും ഉണ്ടായിരുന്നു. അത്രയും എക്സ്ട്രീം വെതർ വരുമ്പോൾ നമ്മളുടെ കയ്യിനും കാലിനും ചെറിയൊരു തരിപ്പ് വരാൻ തുടങ്ങും. അത് എക്സ്പെഡീഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഒരു 10 ദിവസത്തോളം ആ തരിപ്പ് കയ്യിലുണ്ടാവും. അതെനിക്ക് ഉണ്ടായിരുന്നു. അത് യൂഷ്വലി എല്ലാ എക്സ്പെഡീഷനും സംഭവിക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഫ്രോസ് ബൈറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അതിൻ്റെ സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നുള്ള 2 കാറ്റഗറി നമുക്ക് റിക്കവറി ഫേസ് ഉള്ള കാറ്റഗറിയാണ്. സ്റ്റേജ് 3 മുതൽ പിന്നെ അതിന് റിക്കവറി ഇല്ല. കൈയിൻ്റെ അറ്റത്ത് നമുക്ക് വേദന വരും. ഇപ്പം ആദ്യം തരിപ്പ് എന്ന് പറഞ്ഞത് അത് വേദനയായി മാറുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞ ഫ്രോസ് ബൈറ്റിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാവുക. അതിനുള്ള പല കാരണങ്ങളുണ്ട്. ചില സമയത്ത് ആൾക്കാർ ഗ്ലൗസ് റിമൂവ് ചെയ്ത് ചിലപ്പോൾ വേറെ ഗ്ലൗസ് ഇടാൻ നോക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഹൈ വിൻഡുള്ള സമയമായിരിക്കും, അതൊരു കാരണമാവാം. രണ്ടാമത് ഹൈഡ്രേഷൻ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബോഡിക്ക് കൊടുക്കുന്ന ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് ഹൈഡ്രേഷൻ കുറവ്. അങ്ങനെ ബോഡീൻ്റെ ഫങ്ഷനിങ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ബോഡി പുഷ് ചെയ്ത് മാക്സിമം എത്തി. അവിടുന്ന് ബോഡി ചില ഫേസസിൽ ചില ഏരിയാസിൽ ഗിവ് അപ്പ് ചെയ്യുന്നതാണത്. ഗ്രേഡ് 3 മുതലാണ് അത് എക്സ്ട്രീംലി ഡേഞ്ചറസ്. അപ്പോൾ ബ്ലാക്ക് കളറായി മാറും. അത് എപ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ തിരിച്ചു വന്ന് ഒരു ചൂടുവെള്ളത്തിൽ കൈയിടുമ്പോഴാണ് കളറ് മാറുന്ന കാണാം. ഗ്രേഡ് 1-നാണെങ്കിൽ ചെറിയ ഗ്രേ ആയിരിക്കും മാറിയിട്ടുണ്ടാവുക. ഗ്രേഡ് 2-നും ഒരു ഗ്രേ കളറായിരിക്കും, ചെറിയൊരു ലൈറ്റ് ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ഗ്രേ കളറായിരിക്കും. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ പ്യോർലി ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നെയിൽസിൻ്റെ ചുറ്റുമൊക്കെ ബ്ലാക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ട്, അവിടുത്തെ ടിഷ്യൂ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിട്ടുണ്ട്, ഡെഡ് ആയിട്ടുണ്ട്. പിന്നെ അത് തിരിച്ചു കിട്ടില്ല. അപ്പം അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ സമയത്താണ് അത് ചോപ്പ് ചെയ്ത് കളയുന്നത്. ഇത് നമുക്ക് ഫ്രോസ് ബൈറ്റ് നമുക്കറിയാൻ പറ്റില്ല സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. 10-20 സെക്കൻഡിലാണ് ആൾക്കാർ ഗ്ലൗസ് മാറ്റിയിടുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണല്ലോ. അതും ഒരു അശ്രദ്ധയാണ്. അതൊരു അശ്രദ്ധന്റെ ഭാഗമാണ്. കാരണം അത്രയും അങ്ങനത്തെ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ ഒരിക്കലും നമ്മൾ മിറ്റൻസ് ഊരരുത് എന്നാ പറയാ. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ചിലർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മിറ്റൻസ് ഊരും. നമ്മൾ ഈ ക്യാരി ചെയ്യുന്ന വെള്ളത്തിന്
പരിമിതി ഉണ്ടാവില്ലേ? പക്ഷെ നമുക്ക് നല്ല ദാഹം ഉണ്ടാവില്ലേ? അത് ഒരു മോസ്റ്റ്ലി എപ്പോഴും 2 ലിറ്റർ 3 ലിറ്റർ ആണ് ക്യാരി ചെയ്യുക. എൻ്റെ കയ്യിൽ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ, 500 ml 2 ബോട്ടിൽ, പിന്നെ ഒരു തെർമോസ് ഉണ്ടായിരുന്നു. തെർമോസ് 1 ലിറ്ററിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്യാരി ചെയ്യാറുള്ളത്, 2.5 to 3 അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ. സമ്മിറ്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വേറൊരു ചാലഞ്ച്. സമ്മിറ്റ് പുഷ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നമ്മുടെ ഡൗൺ സൂട്ടിൽ തന്നെ നമുക്ക് ചെറിയ ബോട്ടിൽസ് ഒക്കെ ഇടാം. വലിയ ബോട്ടിൽ അതിനായിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കവറുണ്ട്, പിന്നെ ഫ്ലാസ്ക്. ഈ 4 ഞാൻ 2 ലിറ്റർ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വെയിറ്റ് കൂടുതലായിരുന്നു. ഓൾറെഡി ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്തിട്ട് എനിക്ക് ക്യാമ്പ് 4 വരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഷെർപ്പ പറഞ്ഞു, എൻ്റെ അടുത്ത് ദായി പറഞ്ഞു, എൻ്റെ കയ്യിലും 1 ലിറ്റർ ഉണ്ട്, 1.5 ലിറ്റർ ഉണ്ട്, നമുക്ക് മാനേജ് ചെയ്യാം, നിനക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ 1 ലിറ്റർ കുടിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അത് ഫ്രോസൺ ആയി. 600-700 ml കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫ്രോസൺ ആയി. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ എൻ്റെ മറ്റേ ബോട്ടിൽസ് എടുക്കാം. ബോട്ടിൽസ് എടുത്ത് നോക്കിയപ്പം അതും കംപ്ലീറ്റ്ലി ഫ്രോസൺ ആണ്. അങ്ങനെ ഹിലാരി സ്റ്റെപ്പിൻ്റെ ഒരു 1-1.5 മണിക്കൂർ മുന്നേ ഞാൻ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഹിലാരി സ്റ്റെപ്പ് എത്തുമ്പോൾ വീണ്ടും 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. ബോട്ടിൽ തുറന്ന ഒരു ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അത് കിട്ടിയെന്ന് അത്ര കുടിച്ചു. അപ്പോൾ ദായി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ. ദായി എന്നോട് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യ്, സമ്മിറ്റ് എത്തിയിട്ട് ഞാൻ നിനക്ക് വെള്ളം തരുന്നു. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അടുത്ത 100 മീറ്റർ കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കിട്ടും. അതാണ് മോട്ടിവേഷൻ പിന്നെ ക്ലൈംബ് ചെയ്യാൻ. ഹിലാരി സ്റ്റെപ്പിൻ്റെ അവിടെയെന്ന് വെച്ചാൽ ആ ടെക്നിക്കൽ പോയിന്റിലാണ് ഒരു ബോഡി കിടക്കുന്നത്. ഞാൻ ആ റോപ്പ് വെച്ചിട്ട് ഇറങ്ങലും ഞാൻ വീണു. ഞാൻ വീണിട്ട് കിടക്കുന്നത് ബോഡീൻ്റെ തൊട്ടപ്പുറത്ത്. അത് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. അപ്പം ഉടനെ തന്നെ എൻ്റെ ഷെർപ്പ അവിടെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, എണീക്ക് സോറ എണീക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എണീക്കാൻ വയ്യ, എനർജി ഇല്ല. അത് പറയരുത്, എണീക്ക്, ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ഓൺ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് എനർജിയിലാണ് എണീറ്റതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാനൊരു എണീച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ക്ലൈംബ് വാസ് ലൈക്ക് വെരി ഹാർഡ് ബട്ട് സംഹൗ ഐ ഡിഡ് ഇറ്റ്. അത് കഴിഞ്ഞ് സമ്മിറ്റിലേക്ക് എത്തുമ്പോൾ ഞാൻ കരയാ. കാരണം ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ വീണതിൻ്റെ വേറെ ആ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനും ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സമ്മിറ്റ് എത്തുക എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ ഒരു 50 മീറ്റർ എന്ന് പറയുമ്പോൾ ദായിനെ ഹഗ് ചെയ്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, നീ ഓൾമോസ്റ്റ് എത്തി, നീ ഇത്രയും കാലം വർക്ക് ചെയ്തതിന് നീ അവിടെ എത്തി എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഫാമിലി ഹാപ്പി ആയിരിക്കും, കുട്ടികളെ എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ മനസ്സിൽ കാണാം. ആ ഒരു ജോയ് മൊമെന്റ്സ് ഒക്കെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് എനർജി ഇല്ല, അവിടെ എത്തിയാലേ വെള്ളം കിട്ടുള്ളൂ. അതൊക്കെ മനസ്സിലുണ്ട്. മോട്ടിവേഷനും ഉണ്ട് അവിടെ എത്താനുള്ള. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ എത്തി. ആ ലാസ്റ്റത്തെ 100 മീറ്ററും കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് അവിടെ എത്തി. അവിടുന്ന് ഇതായപ്പോൾ പോക്കറ്റ് തുറന്ന് കോക്ക് എടുത്തു. അവിടെ മൗണ്ടൻസിൽ യൂഷ്വലി കോക്ക് യൂസ് ചെയ്യും. കാരണം ഒരുപാട് ഷുഗർ ഉള്ളതുകൊണ്ട് നമുക്ക് ഷുഗർ ക്രഷ് വേണം. ആ ഷുഗർ ബൂസ്റ്റിന് വേണ്ടിയിട്ട് റെഗുലർലി നമ്മൾ കോക്ക് യൂസ് ചെയ്യും. ഇതായ ബോട്ടിൽ എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, നീ ഫുള്ള് കുടിച്ചോന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു പെറ്റ് ബോട്ടിലായിരുന്നു, ഒരു ഹാഫ് ബോട്ടിൽ കുടിച്ചു. കാരണം കണ്ടിന്യൂസ് കുടിക്കാൻ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടാണ് കുടിക്കേണ്ടത്. ഒരു സിപ്പ് എടുക്കും, വീണ്ടും ഓക്സിജൻ വെക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും എടുക്കും. അങ്ങനെ ഞാനൊരു ഹാഫ് ബോട്ടിൽ കുടിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ശ്വാസം വീണെന്ന് പറയാം. അവിടെ എത്തിയോ? പീക്കിലെത്തിയിട്ട് ഇത് തന്നു, കുടിച്ചു. എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു, മാസ്ക് റിമൂവ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് പിന്നെ ട്രാവൽസ് ചെയ്ത് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ലാസ്റ്റ് ക്യാമ്പ് 4ലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ടാണ് തിരിച്ചെത്തുന്നത്. കുറേ പേര് എക്സോസ്റ്റഡ് ആയിട്ട് കണ്ടു. പക്ഷെ അപ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെയോ എനർജി റീഗെയിൻ ചെയ്തു. ശരിക്കും പാട്ട് പാടാൻ തുടങ്ങി. ആള് ഹിന്ദി സോങ്സ്, ബോളിവുഡ് സോങ്സ് പാടാൻ തുടങ്ങി. ഞാനും കൂടെ പാടാൻ തുടങ്ങി. അപ്പൊ ഇപ്പുറത്തുനിന്ന് എൻ്റെ കൂടെ ഒരു ഫെലോ ക്ലൈംബർ ഉണ്ട്. അപ്പൊ അവള് ആക്ച്വലി അവൾക്ക് ഭയങ്കര എക്സോഷൻ വന്നിട്ട് അവള് കരഞ്ഞുകൊണ്ടിരിക്കുക. അവള് കരഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ക്യാമ്പ് 4 ഒരു അനദർ 200 മീറ്റർ 300 മീറ്റർ. പക്ഷെ അവള് അവിടെ ഇരുന്ന് കരയാ. അപ്പൊ ഞാൻ ഇവിടുന്ന് പാട്ടുപാടി പോകുമ്പോ അവള് എന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ അവളെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സനിക കമോൺ, യു ആർ ഓൾമോസ്റ്റ് ദേർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോയി തിരിച്ച് ക്യാമ്പ് 4ലെത്തി. കഴിഞ്ഞപ്പം 7 മണി. ഐഡിയലി ക്യാമ്പ് 4ൽ ഉറങ്ങാൻ പാടില്ല. അപ്പം പക്ഷെ അന്നത്തെ ട്രാഫിക് കാരണം ഞങ്ങൾ ലേറ്റ് ആയത് കാരണം ഞങ്ങളുടെ ടീം ഡിസൈഡ് ചെയ്തത് എല്ലാവരും അന്ന് അവിടെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ താഴോട്ട് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യാം. ഉറങ്ങാൻ പാടില്ല.
ഡെഡ് സോൺ ആണ്, പറയാൻ പറ്റില്ല. രാത്രി ചില കേസസിൽ രാത്രി ഉറങ്ങിയവർ രാവിലെ എണീറ്റിട്ടില്ല. ആണോ? അപ്പൊ അങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് മൊത്തം ലോ ആവുമല്ലോ, ഡെത്തിലേക്ക് വഴുതി വീഴാന്നുള്ള. കഴിഞ്ഞ വർഷം ഒരുപാട് ഡെത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോണ്, ഓക്സിജൻ റെഗുലേറ്റർ പുട്ടിൻ 1.5 അല്ലെങ്കിൽ 2 ഇട്ടോ എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടംപോലെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ട്. ഓക്സിജൻ സിലിണ്ടേഴ്സ് നല്ല ഹൈ ആക്കിയിട്ട് നിങ്ങൾ ഉറങ്ങണം എന്ന് പറഞ്ഞു. ലോലിടരുത്, നല്ലോണം ഓക്സിജൻ കിട്ടണം ബോഡിക്ക്, അത് എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം 14 പേര് ഉറങ്ങണം, എല്ലാവരും 14 പേര് എണീക്കണേ എന്നുള്ള ഒരു പേടി മനസ്സിലുണ്ട്. ആദ്യം ഉറങ്ങാൻ പേടിയായിരുന്നു, കുറെ നേരം ഇരുന്നു. പോയവരെല്ലാരും എല്ലാവരും സബ്മിറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി തിരിച്ചെത്തി. പക്ഷെ അപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഉറങ്ങാൻ പറഞ്ഞെങ്കിലും ഉറങ്ങാൻ പറഞ്ഞെങ്കിലും ഉറങ്ങുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. കണ്ണിങ്ങനെ തന്നെ താഴോട്ട് പോകുമ്പോൾ വീണ്ടും എണീറ്റ് ഇരിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് മനസ്സിലായി എത്രത്തോളം ഇങ്ങനെ ഇരിക്കാൻ പറ്റും. മാത്രമല്ല നാളെ എനിക്ക് ക്ലൈന്റ് തിരിച്ചിറങ്ങേണ്ടതാണ്. പിന്നെ ഓക്സിജൻ സിലിണ്ടർ ആ 2 ഇട്ടിട്ട് അങ്ങ് ഉറങ്ങി. രാവിലെ എണീറ്റ് ഒരു സ്നാക്ക്. പിന്നെ അവിടെ വന്ന ചാലഞ്ച് എന്ന് വെച്ചാൽ ഇത് പ്ലാൻഡ് അല്ലായിരുന്നു. ഈ അന്നത്തെ സ്റ്റേ അവിടെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഫുഡ് ബ്യൂട്ടേൻ ബേണർ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഇൻസ്റ്റന്റ് ഫുഡ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മെത്തേഡ് ഹയർ ക്യാമ്പ്സിലെ ക്യാമ്പ് 3ലും ക്യാമ്പ് 4ലും. ഈ ബ്യൂട്ടേൻ എന്ന് പറയുന്നത് നമ്മളെ ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു ചെറിയൊരു ഫോമാണ്. അപ്പൊ അവിടെ ബ്യൂട്ടേൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ടെന്റില് ഏത് സൈഡിലാണ് വിൻഡ് നോക്കും. അപ്പം വിൻഡ് കുറഞ്ഞ സൈഡിലാണ് ഈ ബ്യൂട്ടേൻ വെച്ചിട്ട് നമ്മളിത് ഹീറ്റ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വിൻഡ് വന്നു കഴിഞ്ഞാൽ ഈ തീ ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് വരും. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ചെറിയ ടെൻറ്റിൽ ഈ ബ്യൂട്ടൈൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിലൊരു 3-4 ഡീപ്പ് ബ്രെത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് പോയി, പിന്നെ അതിൽ സർവൈവൽ ഇല്ല. ഈ ഡെഡ് ബോഡി കണ്ട കാര്യം പറഞ്ഞല്ലോ, എങ്ങനെയാണ് അവിടെ നമ്മളെ ആളുകൾക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും താഴേക്ക് ഇറക്കുവോ? അത് എന്തുകൊണ്ടാണ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത്? ഹെൽത്ത് കണ്ടീഷൻ വേഴ്സർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇപ്രാവശ്യം 2 ഡെത്ത് വന്നത്. പൾമനറി എഡിമ ഒക്കെ വന്നിട്ടാണ്. പിന്നെ അതുപോലെ വേറൊരു കേസിലാണെന്നുണ്ടെങ്കിൽ ഷെർപ്പ പറഞ്ഞത് കേൾക്കാണ്ട് മുന്നോട്ട് പുഷ് ചെയ്തു. ഷെർപ്പ പലതവണ പറഞ്ഞു തിരിച്ചിറങ്ങാൻ, പക്ഷെ അത് കേൾക്കാണ്ട് മുന്നോട്ട് പോയിട്ടാണ് രണ്ടാമത്തെ ആക്സിഡന്റ് സംഭവിച്ചത്. ഈ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ റെസ്ക്യൂ ടീം ഈസ് വെരി സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ടീമുണ്ട്. അവർ ഭയങ്കര എക്സ്പെൻസീവാണ്. ഓൾമോസ്റ്റ് 1 CR അടുത്ത് വരും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ. 2 ഓപ്ഷനാണുള്ളത്, ബോഡി തിരിച്ചു കൊണ്ടുവരിക, അതല്ലെങ്കിൽ ബോഡി ലീവ് ചെയ്യുക എന്നുള്ളത്. വൺസ് അത് ബോഡി ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റ് കൂടാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 60 kg 65 kg ഉള്ള ബോഡി സാധാരണ നോർമൽ, അതായത് അലൈവ് ആയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ 60-65 കിലോ ഉള്ള ആൾക്കാരുടെ വെയിറ്റ് ചിലപ്പം 85-90 കിലോ ഒക്കെ ആയിട്ട് മാറും ഓവർ ദ പീരീഡ്. പക്ഷേ ഈ റെസ്ക്യൂ ടീം എന്ന് പറയുന്നത് സാധാരണ ക്ലൈംബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഹിലാരി സ്റ്റെപ്പിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഹിലാരി സ്റ്റെപ്പിൽ മണിക്കൂറുകളോളം അവർ ഡ്രാഗ് ചെയ്തിട്ടാണ് അത് എടുക്കേണ്ടി വരിക. അതെന്ന് പറയുന്നത് ഈ റെസ്ക്യൂ ടീമിന് തന്നെ ശരിക്കും പറഞ്ഞാൽ അവരെ കൂടുതൽ ആ ഒരു എക്സ്ട്രീം മെത്തേഡിൽ കൂടുതൽ എക്സ്പോഷർ വരുമ്പോൾ അവർക്ക് റിസ്ക് കൂടുതലാണ്. അതൊരു സിറ്റുവേഷൻ. രണ്ടാമത് ഈ ബോഡി ടെക്നിക്കൽ സെക്ഷൻ, അതായത് ഈ റോക്കൊക്കെ ഉള്ള സെക്ഷനിലൂടെ വലിക്കുമ്പോൾ ബോഡി ഏത് കണ്ടീഷനിലാണ് തിരിച്ചെത്തുന്നത് നമുക്കറിയില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ക്ലൈംബർ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ക്ലൈംബറുടെ ഫാമിലി ഡിസൈഡ് ചെയ്യും അവരവിടെ റെസ്റ്റ് ചെയ്തോട്ടെ. ഇതൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഫാമിലി ഗ്രീവ് ചെയ്യുന്ന ഫാമിലിനെ അറിയിക്കും. എക്സ്പെഡീഷൻ കമ്പനി എല്ലാം ഡിസ്കസ് ചെയ്യും. എന്നിട്ടാണ് അവരൊരു കോൾ എടുക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവിടെ ഡിസൈഡ് ചെയ്യാണ് എന്ത് ബോഡി അവിടെ റെസ്റ്റ് ചെയ്തോട്ടെ, അതായിരിക്കും ബെറ്റർ എന്നുള്ളത്. ഹെലികോപ്റ്റർ 6400 വരെ വരുള്ളൂ. അവിടെയാണ് ക്യാമ്പ്. അവിടെ വരെ 6500 വരെ ഹെലികോപ്റ്ററിന് വരാം. അപ്പൊ ഇത്ര ചെലവ് വരണമെന്നില്ല. അല്ല, ഈ 6500 വരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് അവിടുന്ന് ഹെലികോപ്റ്റർ വഴിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു എൻറ്റയർ ഓപ്പറേഷനാണ് 1 CR വരുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ റീസൺ കൊണ്ടാവാം. ഇതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. പിന്നെ രണ്ടാമത് ബോഡി ഏത് കണ്ടീഷനിലാണ് തിരിച്ചെത്തുന്നതെന്ന് അറിയില്ല.
പിന്നെ ചിലർക്ക് ഇതൊരു സ്പിരിച്വൽ ജേർണിയാണ്. അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം. ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആവും. ഐസുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വെള്ളം കട്ടയായിട്ടാണല്ലോ ഐസ് ആവുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വെള്ളം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഐസ് കഴിച്ചൂടെ എന്നുള്ളൊരു തോന്നല്, അങ്ങനെ നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്തൂടെ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം അതെന്തുകൊണ്ടാണ് സാധ്യമല്ലാത്ത? ഹൈ ഓൾട്ടിറ്റ്യൂഡില് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഈ സ്നോ അല്ല, ഐസ് അവർ കട്ട് ചെയ്തിട്ട്, ഐസ് ആക്സ് വെച്ചിട്ട് ഐസ് കട്ട് ചെയ്തിട്ടാണ് അത് ബോയിൽ ചെയ്തിട്ടാണ് വെള്ളമാക്കുന്നത്. വെള്ളമില്ലാത്ത അവസ്ഥയിൽ സ്നോ കഴിച്ചൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത് നമ്മുടെ ബോഡി അത്രയും എക്സ്ട്രീം കോൾഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള സാധനം കഴിക്കാൻ പറ്റും, ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഒരു ലൈറ്റ് വാം ആയിട്ടുള്ളതാണ്. അതല്ലാണ്ട് കോൾഡ് കഴിക്കുമ്പോൾ കോൾഡ് ആക്ച്വലി നമ്മളെ തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്നോ കഴിച്ചൊന്നും നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ സമ്മിറ്റ് ഫീവർ എന്ന് പറഞ്ഞ മാനസികാവസ്ഥ എന്താണ്? ഷെർപ്പ് പറയാണ് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതാണ്, എനിക്ക് സബ്മിറ്റ് ചെയ്തേ പറ്റൂ അറ്റ് എനി കോസ്റ്റ്. അപ്പം എന്തൊക്കെ വന്നാലും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്നതാണ് സബ്മിറ്റ് ഫീവർ. അപ്പൊ അത് സബ്മിറ്റ് എന്നുള്ള ഇത് മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. പക്ഷെ ഷെർപ്പ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ തിരിച്ചിറങ്ങാനുള്ള എനർജി കാണാത്തത് കൊണ്ടും തിരിച്ചിറങ്ങുമ്പോൾ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ടുമാണ് അവർ വേണ്ടെന്ന് പറയുന്നത്. അതൊന്നും കാണാണ്ട് സബ്മിറ്റ് മാത്രം മതി എന്ന് പറയുന്നതാണ് സബ്മിറ്റ്. അപ്പൊ അതിന് ഷെർപ്പ് കീഴടങ്ങുമോ അതോ പറഞ്ഞ് മനസ്സിലാക്കുമോ? പറഞ്ഞ് മനസ്സിലാക്കാൻ മാക്സിമം നോക്കും. എന്നിട്ടും പറ്റാത്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഷെർപ്പക്ക് വേറെ വഴിയില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഓക്സിജൻ എക്സോസ്റ്റ് ആവും, സിലിണ്ടർ എക്സോസ്റ്റ് ആവും. കാരണം അവര് ഓൾറെഡി ലോ എനർജിയിലാണ് ക്ലൈംബ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും. കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും. 1 മണിക്കൂർ കൊണ്ട് ക്ലൈംബ് ചെയ്യേണ്ടത് ചിലപ്പോൾ 2-3 മണിക്കൂർ എടുക്കും. അപ്പൊ നമ്മള് ഇപ്പം ഐഡിയലി 5 സിലിണ്ടറാണ് എൻ്റെ എക്സ്പെഡീഷൻ കമ്പനി എനിക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത്. അതിന്റെ കൂടുതൽ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ അത് ഓരോരുത്തർക്കും കരുതി വെച്ച കുറച്ച് ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്ലൈംബ് ചെയ്യും, അതിന് ഓരോ പോയിന്റ്സിലാണ് അത് അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇനിയിപ്പോ നമ്മള് എത്ര ഓക്സിജൻ സിലിണ്ടർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ കിട്ടണമെന്നില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2 മണിക്കൂർ നടക്കണമായിരിക്കും. ആ 2 മണിക്കൂർ നടക്കാനുള്ള ഓക്സിജൻ ഇവരെ കയ്യിലുണ്ടോ എന്നുള്ളതും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ദൗത്യത്തിനിടെ ജീവൻ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം എവറസ്റ്റ് നിന്ന് തിരിച്ചിറങ്ങിയത് അങ്ങനത്തെ ഒരു തീരുമാനം കൊണ്ടാണ്. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പെഡീഷൻ കമ്പനി പറഞ്ഞത് നിങ്ങൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല, പോയി കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ദാറ്റ് വാസ് ദ ഫൈനൽ വേർഡ്. അതിനപ്പുറം ഇനി ഒന്നുമില്ല. അപ്പൊ എല്ലാവരും അതിന് ഓക്കെ ആയി. ഞങ്ങൾ 4 ക്ലൈംബേഴ്സ് ആയിരുന്നു, എല്ലാവരും തിരിച്ചിറങ്ങി. ഈ എക്സ്പെഡിഷൻ ടൈമിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എന്തായിരുന്നു? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കാണാൻ ആഗ്രഹിച്ച ആ സൺറൈസ് ഇല്ലേ, അതായത് ഭൂമിയിൽ ആദ്യമായിട്ട് പതിക്കുന്ന രശ്മികൾ, അത് ഏറ്റവും കൂടുതൽ ആദ്യം വരുന്നത് എവറസ്റ്റിന്റെ മുകളിലാണ്. കാരണം ഏറ്റവും മുകളിലാണല്ലോ. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ, ഈ ആകാശത്തിന്റെ കളറ് മാറുന്നത്, അപ്പോൾ ശരിക്കും നമ്മൾ ആ ഹൊറൈസന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് കാണാം. മാത്രമല്ല ആ ഒരു എങ്ങനെയാണ് ആ സൺറൈസ് എന്നുള്ള ഒരു സൈഡിൽ ഫുൾ ഡാർക്കാണ്, അപ്പോഴും ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നേ ഉള്ളൂ. അതിങ്ങനെ ഒരു റൗണ്ടായിട്ടാണ് ആ ഒരു എന്താ പറയാ, ഒരു ലൈറ്റിന്റെ ട്രാവൽ എന്ന് പറയില്ലേ, അത് ശരിക്കും കണ്ടുകൊണ്ട് കാണാൻ പറ്റും. ഏറ്റവും ഭയാനകമായ ഒരു രാത്രി എന്ന് തോന്നിപ്പിച്ച എന്തായിരിക്കും? അത് അന്ന് പറഞ്ഞ ഈ ഡെഡ് സോണിൽ ഉറങ്ങിയ സംഭവമായിരിക്കും. അത് കുറച്ചൊരു പേടിയുള്ള സമയമായിരുന്നു. വെതർ വളരെ മോശമായിരുന്ന സമയത്ത് അഹമ്മദാബാദില്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് എൻഡ് ഓഫ് ദ സീസൺ ആയിരുന്നു. അപ്പോൾ ഒരു അമേരിക്കൻ ക്ലൈംബറും ഞാനും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. 2 ഷെർപ്പാസും, ഇങ്ങനെ 4 പേര് മാത്രമേ ഉള്ളൂ മൗണ്ടനില്. അപ്പോൾ ഈ മഷ്റൂം റിഡ്ജ് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് എത്തി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പെൺകുട്ടീനെ കാണാനില്ല. ഈ കുട്ടീനെ ഷെർപ്പ പറഞ്ഞു ഞാനവിടെ പോയിട്ട് ടെന്റ് സെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് നീങ്ങി. ഈ കുട്ടി മഷ്റൂം റിഡ്ജിന്റെ പുറകെ നിന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കരയാ. അപ്പോൾ എനിക്ക് വളരെ ഭയങ്കരമായിട്ട്
ഇൻസെക്യൂരിറ്റി തോന്നിയൊരു സമയമായിരുന്നു അത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ആ കുട്ടി സേഫ് ആണോ, ആ കുട്ടീനെ എങ്ങനെ എങ്ങോട്ടേക്ക് എത്തിക്കാം, ഭയങ്കര ഇൻസെക്യൂരിറ്റി തോന്നി, അൺസേഫായി തോന്നി. നമുക്ക് രക്ഷിക്കാൻ അറിയുന്ന ഓപ്ഷൻ ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര, നമുക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ ഭയങ്കര ഗിവിങ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് നല്ല ക്വാളിറ്റീസ് നമ്മൾ എംബ്രേസ് ചെയ്യുമെങ്കിലും ശരിക്കും മൗണ്ടൻസ് വിൽ ടെസ്റ്റ് യു എന്ന് പറയും. അത് എല്ലാവരുടെയും ആ റിയൽ ക്യാരക്ടർ, അതല്ലെങ്കിൽ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി പുറത്തു വരുന്നത്, അതൊക്കെ ആ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്നാ. ചില സമയത്ത് നമ്മളെ കയ്യിൽ 2 ബിസ്ക്കറ്റേ ഉണ്ടാവുള്ളൂ, നമുക്ക് വിശന്നിരിക്കായിരിക്കും, നമ്മൾ ഫെലോ ക്ലൈംബറിന് കൊടുക്കും, നമ്മൾ കഴിക്കും. അവിടെ ബോഡി ഒരു ഓട്ടോ മോഡിലാണ്, സർവൈവലാണ്. അപ്പൊ സർവൈവൽ മോഡിലേക്ക് മാറുമ്പോൾ ബോഡി ആകെ ലിസൺ ചെയ്യുന്നത് എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഈവൻ തൊട്ടപ്പുറത്ത് ഒരു മരണം നടന്നു എന്ന് പറഞ്ഞാൽ പോലും യു വിൽ ഹാവ് ടു ക്ലൈം. നിങ്ങൾ ഫെലോ ക്ലൈംബർ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാലും കൂടെയുള്ള ക്ലൈംബേഴ്സ് അതുകൊണ്ടാണ് മേലേക്ക് എത്തുന്നത്. ആഹാരത്തിന്റെയും ഡയറ്റിന്റെയും പിന്നെ ഒരു ട്രെയിനിങ്ങിന്റെയും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ തോന്നുന്നു. ഒരു 1.5 വർഷത്തോളം മിനിമം ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും എവറസ്റ്റിന് മാത്രമായിട്ട്. സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം, സ്ട്രെങ്ത് ഏത് സമയം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് അതാണ് ഏറ്റവും ബെറ്റർ. ആൻഡ് പിന്നെ എൻഡ്യൂറൻസും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആയതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു. നമ്മൾ അത്രയും 10 kg ബാഗ് ഹോൾഡ് ചെയ്തിട്ടാണ് ഏത് സമയം നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ബാക്കിനൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് പ്ലാൻ ചെയ്യുക. സ്റ്റേഴ്സ് ക്ലൈംബ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 കിലോ ആ ഒരു മൗണ്ടനിൽ ഞാനൊരു സമ്മിറ്റ് പുഷിന് ഞാനത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 കിലോ ആണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എടുക്കേണ്ടത് ഏകദേശം ഒരു 17 to 18 കിലോ ആണ്. അപ്പോൾ ആ ഒരു വെയിറ്റ് റേഷ്യോ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്രയും കൂടുതൽ വെയിറ്റ് എടുക്കുന്നത്. ഈ വെയിറ്റ് എടുത്തിട്ട് 100 ഫ്ലോർസ് കയറുമായിരുന്നു. അപ്പോൾ 12 നില ബിൽഡിംഗ് ആണ് എൻ്റെ. എല്ലാ ദിവസവും അല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ. അപ്പം ഇനീഷ്യലി അത് 1 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു 52 മിനിറ്റിലോട്ട് കുറച്ച്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ രാത്രി പുഷ് എന്ന് പറഞ്ഞല്ലോ, ഈ കുമ്പൂലും അതുപോലെ C4നും. അപ്പോൾ രാത്രി പുഷിന് നമ്മളെ ബോഡി അക്കസ്റ്റംഡ് ആവാൻ വേണ്ടിയിട്ട് രാത്രി ട്രെയിനിങ് ഇടയ്ക്ക് ചെയ്യും. ലൈക്ക് once in 3 weeks once in a month, once in fortnight ഒക്കെ ചെയ്യും. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് രാത്രി 12 മണിക്ക് മുതൽ ഒരു 2.5 മണിക്കൂർ റൺ, കണ്ടിന്യൂസ് റൺ, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, പിന്നെ അടുത്ത 2 മണിക്കൂർ സൈക്ലിംഗ്, ഒരു 5 മിനിറ്റ് ബ്രേക്ക്, പിന്നെ ഒരു 1 മണിക്കൂർ വെയിറ്റഡ് ബാക്ക് പാക്ക് വെച്ചിട്ട് 1 മണിക്കൂർ നടത്തും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം കഴിയുമ്പോഴത്തേക്ക് 6 മണിയാവും. എൻ്റെ കുട്ടികൾ ഉണർത്തേണ്ട സമയവും, തിരിച്ച് വീട്ടിലേക്ക് പോവും. പിന്നെ അടുത്ത റോള് സ്വിച്ചായി, മദറായി. പിന്നെ അവർക്കുള്ള ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി അവരെ സ്കൂളിൽ പറഞ്ഞിട്ട് ഒറ്റ കിടന്നുറക്കം. ഈ പാഷന് പുറകെ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള ലക്ഷറികൾ പുരുഷന്മാരെ പോലെ ഉണ്ടാവില്ല. റോള് സ്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കൂടുതൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ബാക്കി സോഷ്യൽ പാർട്ടീസിലൊന്നും, ഞാൻ സോഷ്യൽ പാർട്ടീസിനൊക്കെ പോയിട്ട് കുറെ കാലങ്ങളായി. അതുപോലെ ഈ എക്സ്പെഡീഷന് ഭയങ്കര എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമല്ലേ, 10-40 ലക്ഷം രൂപ ചെലവാകും. അപ്പൊ നമ്മുടെ പാഷനെ ഈ കാശും കൂടി വരുമ്പോൾ എങ്ങനെ മീറ്റ് ചെയ്യും? വളരെ ഡിഫിക്കൾട്ടാണ്. മോസ്റ്റ്ലി അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് കൊണ്ടാണ് പലരും സ്കില്ലുണ്ടെങ്കിൽ പോലും ഒരു കൂടുതൽ ഹൈറ്റ്സിലോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ ക്ലൈംബേഴ്സ് സെൽഫ് മാനേജ് ചെയ്തിട്ടാണ് അവരുടെ എല്ലാ അസറ്റ്സും എക്സോസ്റ്റ് ഒക്കെ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. ചിലർക്ക് കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ആയിരിക്കും, ചിലർ രണ്ടും വെച്ചിട്ട് മാനേജ് ചെയ്യും. അപ്പം എൻ്റെ കേസിൽ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. സ്പോൺസേഴ്സ് ഇതിലേക്ക് അവർ ഇൻവോൾവ് ആവുന്നത് എങ്ങനെയാണ്? അവർക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ശരിയാണ്, ആ ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ ആഡ്സ് ആൾക്കാർ വരുന്ന കാണുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, കേരളത്തിൽ നിന്നുള്ള വിമൻ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത് വളരെ 1, 2 പേര് 3 പേര് ഒക്കെ ഹാർഡ്ലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ലോങ് ടേം പ്ലാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതവർക്ക് വളരെ എക്സൈറ്റിംഗ് ആയി തോന്നി. പിന്നെ ഓരോ ബ്രാൻഡും കാണുന്ന വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഇപ്പം
അവർ കാണുന്നത് ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് മാത്രമല്ല. ഇപ്പം ഇങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കൺസർവേറ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു അത്ലീറ്റ് വരിക എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഓരോരുത്തരും കാണുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു ഇമ്പാക്ട് എക്സ്പെക്ട് ചെയ്ത് സോഷ്യൽ കോസ് അതെ അതെ, അപ്പം അത് എക്സ്പെക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ജീവിതത്തിൽ ഈ പർവ്വതങ്ങൾ പഠിപ്പിച്ച ഒരു പാഠം, അതായത് സാധാരണ ജീവിതം നയിക്കുമായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ പോകുമായിരുന്ന ഒരു പാഠം എന്ന് പറയാൻ അങ്ങനെ വല്ലതുണ്ടോ? പേഷ്യൻസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് വെർച്യൂ എന്ന് പറയില്ലേ, അതന്നെ. കാരണം ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അത്രയും ലോങ് ആൻഡ് വെരി പേഷ്യൻസോടുകൂടി നിന്ന്, ഐ മീൻ ഒരുപാട് പേഷ്യൻസ് എടുത്തിട്ടാണ് ഈ ക്ലൈംബ് എല്ലാം സംഭവിക്കുന്നത്. ഈവൻ ഞാൻ പറഞ്ഞ അതിൻ്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് ഹിലാരി സ്റ്റെപ്പ് എത്തുമ്പോൾ ആൾക്കാർ എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് എത്ര സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം, തിരിച്ചു പോയാലോ ക്യാമ്പ് ഫോറിലിട്ട്. പക്ഷെ ആ 2 hours ഒന്നും ചെയ്യാണ്ട് ഒരു സിംഗിൾ ലൈനിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് എക്സ്ട്രീംലി പേഷ്യൻ്റ് ആയിരിക്കണം. ഏറ്റവും ബിഗ്ഗസ്റ്റ് ലെസൺസ് പഠിക്കുന്നത് ഫെയിലിയർന്ന്, ഈ സക്സസ്ഫുൾ സമ്മിറ്റ് എന്നല്ല. എൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ടേൺ അറൗണ്ട് എന്നാണ്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ആ പേഷ്യൻസ്, കാരണം 25 മെയ്ന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കറിയാം അടുത്ത വർഷം ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യണം. ആ ട്രെയിനിങ് ഞാൻ വന്ന ഒരാഴ്ചൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിനൊക്കെയുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരം സാഹസങ്ങൾക്ക് മുതിരുമ്പോൾ, പ്രത്യേകിച്ച് മാരീഡ് വുമൺ ആണെങ്കിൽ ആദ്യം വരുന്ന കൺസേൺസ് ഈ നമ്മളെ ഫാമിലി ഒബ്ലിഗേഷൻസ് ആയിരിക്കും. ഹസ്ബൻഡ് ഒന്നും ചിലപ്പം അവരും പലതും സാക്രിഫൈസ് ചെയ്യണമല്ലോ പല ടൈമുകളും, കാരണം അവരുടെ പാരന്റൽ ടൈം കൂടും. അതിനെ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ഫാമിലിന്റെ ഒരു സപ്പോർട്ടിനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവേണ്ടതുണ്ട് തോന്നുന്നു. കാരണം സൂറേനെ ഞാൻ അഭിനന്ദിക്കുമ്പോൾ ഒപ്പം തന്നെ അവർ ആ അഭിനന്ദനം അവർ അർഹിക്കുന്നു. അതെ അതെ, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ലൈക്ക് ഐ മീൻ ആ ഫാമിലി ടൈം, ഫാമിലി വെക്കേഷൻ ഒക്കെ പല രീതിയിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ കോപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഹസ്ബൻഡും കുട്ടികളും. പിന്നെ പേരൻസ് എന്ന് പറയുന്നത് പേരൻസ് എപ്പോഴും ആ ഒരു പ്രൊട്ടക്റ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അവർക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം ഉണ്ടാവും. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് കുട്ടികൾ എന്ന് പറയുന്നത്, കുട്ടികൾ പണ്ട് മുതലേ അവരുടെ നോർമലാണിത്. ഞാൻ ക്ലൈംബ് ചെയ്യുന്നതും ഞാൻ റൺ ചെയ്യാൻ പോകുന്നതും ഒക്കെ അവർക്ക് വളരെ നോർമലാണ്. മേ ബി ലൈക്ക് എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ഫ്രണ്ട്സ് ചില സമയങ്ങളിൽ എന്നെ പുറത്ത് റൺ ചെയ്യുന്ന കണ്ടിട്ട് അവരുടെ അടുത്ത് പോയി പറയുമ്പോൾ യെസ് ഐ മീൻ അവർ പറയും, കുട്ടികളെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞ സിറ്റുവേഷൻസിന് ഐ സോ യുവർ മോം റണ്ണിങ് ഔട്ട് അവിടെ എന്നൊക്കെ പറയുമ്പോൾ യെസ് മൈ മോം റൺസ്, ഷീ ഗോസ് ജനറലി. ഐ മീൻ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഉപദേശം അതായിരിക്കും. നമ്മുടെ ജീവിത ചുറ്റുപാടിലും ചുറ്റിലുള്ളവരെയും മക്കളെയൊക്കെ ശീലിപ്പിക്കുക, എല്ലാം നോർമലായി തോന്നിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഒത്തിരി അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നും എന്നെ സംബന്ധിച്ച് ഒരു പേഴ്സണലി ഇൻസ്പയറിങ് എപ്പിസോഡായിരുന്നു ഇത് എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളൊന്നും എത്ര കുറവാ ചെയ്യുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. അപ്പം അങ്ങനെയൊന്നുമില്ല, അത് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ എവറസ്റ്റ് ആണ്, ഓരോരുത്തരുടെ എവറസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നിലീനയുടെ എവറസ്റ്റ് എന്ന് പറയുന്നത് മേ ബി ലൈക്ക് ആ ഒരു ലെവൽ ഓഫ് സർവീസ് സ്റ്റോറീസ് ആയിരിക്കും. അപ്പൊ ഐ വിഷ് യു ലൈക്ക് മോർ സർവീസ് സ്റ്റോറീസും നിലീനെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എപ്പിസോഡ്സ് ഒക്കെ വരട്ടെ. ദാറ്റ് ഈസ് യുവർ എവറസ്റ്റ്. അപ്പം ഇത്രയും നേരം ഒരുവിധം നമ്മൾ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് പേഴ്സണലൈസ് ചെയ്ത് മാത്രമല്ല അല്ലാതെയുള്ള ഒരുപാട് നോളജ് പങ്കുവെച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.